ശ്രീമദ് ഭാഗവതം ക്ലാസ് 203. നമ്മൾ സ്കന്ധം 10-ന്റെ 1-ാം ഭാഗത്തിലേക്ക് കടക്കുകയാണ്. അതിൽ 1-ാമത്തെ അധ്യായമായിട്ട് കൃഷ്ണാവതാര ഹേതു. ഇവിടെ പ്രപഞ്ച സൃഷ്ടി തൊട്ടിട്ട് ലോകാവസാനം വരെയുള്ള കാര്യമാണ് ഭാഗവതം ക്രമത്തിൽ ഏകദേശം ക്രമത്തിൽ തന്നെയാണ് പറഞ്ഞുകൊണ്ടുവരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവസാനം കൃഷ്ണൻ്റെ കഥയിൽ തന്നെ അത്, കാരണം അവസാനത്തെ അവതാരം പിന്നെ കൽക്കിയുണ്ട്, കൃഷ്ണനും അത് തിരിച്ചങ്ങോട്ട് കൊണ്ടുപോകാനാണല്ലോ. അപ്പം കൃഷ്ണന് തന്നെയാണ് ഏറ്റവും പൂർണ്ണാവതാരം. ഇപ്പം ലോകം ഏറ്റവും പൂർണ്ണമായ സ്ഥിതിയിലേക്ക് അത് എന്താണോ ആ ശ്രീഹരി വിഭാവനം ചെയ്തത്, അങ്ങനെയുള്ളൊരു സുന്ദരമായ വസുദേവ കുടുംബത്തിലേക്ക് എത്തിക്കുകയാണ് അവസാനം കൃഷ്ണനിലൂടെ സംഭവിക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് അവസാനം തന്നെയാണ് കൃഷ്ണൻ്റെ കഥ വരിക. പക്ഷേ പ്രപഞ്ച സൃഷ്ടി മുഴുവൻ അതിന് മുമ്പിലാണ് വിവരിച്ചിരിക്കുന്നത്. പക്ഷേ ഭാഗവതം എന്ന് കേൾക്കുമ്പോൾ നമ്മളെല്ലാവരും പൊതുവെ ഈ 10-ാമത്തെ സ്കന്ധത്തിലേക്ക് കടക്കുകയാണ് ചെയ്യുക. കാരണം കഥയായിട്ട് അങ്ങനെ പറഞ്ഞു പോകാൻ പറ്റിയത് ഇതാണ്. മറ്റുള്ളതെല്ലാം പ്രപഞ്ച സൃഷ്ടിക്ക് പിന്നിലുള്ള രഹസ്യങ്ങളാണ്. അത് പറയുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് പ്രയാസമാണ്. അതുകൊണ്ട് എവിടെ നോക്കിയാലും ഈ ദശമസ്കന്ധത്തിലേക്കാണ് എല്ലാവരും കയറി പിടിക്കുക. അപ്പം ഈ കേൾക്കുന്നവർക്കെല്ലാം പൊതുവെ ഒരു ധാരണയുണ്ട്, ഭാഗവതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാധേ രാധയാണ്. പക്ഷേ നമ്മളിത് 9 സ്കന്ധത്തിലും കണ്ടതെല്ലാം ശ്രീഹരിയായിട്ട് ബന്ധപ്പെട്ട പ്രപഞ്ച സൃഷ്ടി രഹസ്യങ്ങളാണ്. ഇങ്ങനെയൊന്നും ഉണ്ടോയെന്ന് പോലും ജനത്തിന് അറിയില്ല. നമ്മൾ ഒരു ഏറിയയിൽ ഒരു കൃഷ്ണനിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഭാഗവതത്തെ അതിലേക്ക് ഒതുക്കി വെച്ചു. അതിനെ എടുത്തിട്ട് ഗീതയിലേക്ക് ഒതുക്കിയിട്ടുമുണ്ട്. എന്നിട്ട് ഇതെല്ലാമാണ് എല്ലാം 4 വേദങ്ങളും പുരാണങ്ങളും എല്ലാം എന്താണെന്ന് വെച്ചാൽ ഈ ഭഗവത്ഗീതയാണ്. ആ അവസ്ഥയിലേക്ക് രാധേ രാധയിൽ എത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി കൃഷ്ണാവതാര കഥ അതിലേക്കാണ് നമ്മളിപ്പോൾ അവസാനം കടക്കാൻ പോകുന്നത്. 10-ലെ 1-ാമത്തെ അധ്യായം. 10-ലെ 2 ഭാഗമുണ്ട്, അതിലൊന്നിൽ. അപ്പോൾ 1-2 പരീക്ഷിത്ത് മുനിശ്രേഷ്ഠ എന്ന് പറഞ്ഞുകൊണ്ട് പരീക്ഷിത്തിനാണല്ലോ കഥ പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങ് ചന്ദ്രവംശത്തിൻ്റെയും സൂര്യവംശത്തിൻ്റെയും പരമ്പര ക്രമത്തിൽ, പിന്നെ രാജാക്കന്മാരുടെ ചരിത്രവും യദുമരഹ രാജാക്കന്മാരുടെ എല്ലാം ചരിത്രം എല്ലാം വിസ്തരിച്ച് തന്നെ പറഞ്ഞു കഴിഞ്ഞു. ആ യദുവംശത്തിൽ പറഞ്ഞ മഹാവിഷ്ണുവിൻ്റെ പരാക്രമങ്ങൾ പറഞ്ഞു തന്നാൽ, ഇപ്പം യദുവംശത്തിൽ പിറന്ന മഹാവിഷ്ണുവിൻ്റെ അവതാരം, എല്ലാ അവതാരങ്ങളും വിഷ്ണുവിൻ്റേത് തന്നെ. പക്ഷേ യദുവംശത്തിൽ പിറന്ന അതിൻ്റെ കഥ ഇനിയിപ്പം പറയുക എന്ന് പറയുന്നേ ഉള്ളത്, കാരണം അവിടെ എത്തിയിരിക്കുകയാണ്. എന്നിട്ട് 2-ൽ പറയുകയാണ്, 1-2 പറഞ്ഞത്. ഇനി 3-ൽ പറയുകയാണ്, പ്രാണിജാലങ്ങളെ സൃഷ്ടിച്ചവനും അതാരാണ്? വിഷ്ണു. അല്ലെങ്കിൽ ശ്രീഹരി. വിഷ്ണു ഒന്നുമല്ല, ശ്രീഹരി എന്നാണ് പറയേണ്ടത്. എല്ലാ പ്രാണിജാലങ്ങളുടെയും അന്തരം അകത്തിരിക്കുന്നവനും യദുവംശത്തിൽ അവസാനം അവതാരം എടുത്തവനുമായ, അപ്പം യദുവംശത്തിൽ അവതാരം എടുത്ത കൃഷ്ണനെ പറ്റി പറയുമ്പോൾ അതിന് മുൻകൂട്ടി പറയുകയാണ്, അത് തന്നെയാണ് ഉള്ളിൽ നമ്മളെ ഉള്ളിലുള്ളത് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചവരും എല്ലാ ജീവജാലങ്ങളുടെ ഉള്ളിൽ നിൽക്കുന്ന ആ ശക്തി തന്നെയാണ് കൃഷ്ണനായിട്ട് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. അവയെല്ലാം അവൻ്റെ പ്രവൃത്തിയെല്ലാം വിസ്തരിച്ച് പറഞ്ഞു തന്നു. എന്നിട്ട് 4-ൽ പറയുകയാണ്,
ലൗകികാചാര്യങ്ങൾ ലൗകികപരമായ കാര്യങ്ങളെല്ലാം പരിത്യജിച്ചവർ പാടിപ്പുകഴ്ത്തുന്ന, അതായത് ഭൗതിക ലോകം മടുത്തിട്ട് പോകുന്നവർ പിന്നെ ആശ്രയിക്കുന്ന ആരെയാണ്? ആ ശ്രീഹരിയെ തന്നെയാണ്. അവർ ശ്രീഹരിയെ പാടിപ്പുകഴ്ത്തുന്ന, സംസാരമാകുന്ന രോഗത്തിന് മരുന്നായി കരുതുന്ന, സംസാരമാകുന്ന രോഗത്തിന് ഔഷധമായി മാറുന്നു. അതായത് ഭൗതിക ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ എപ്പം കഷ്ടപ്പാട്ടും ദുരിതമാകും. അതിനുള്ള ഔഷധം മാതിരിയാണ് ആരെ കാണേണ്ടത്? ആ വിഷ്ണുവിനെ, വിഷ്ണു സങ്കല്പത്തെ കാണേണ്ടത്, അല്ലെങ്കിൽ ശ്രീഹരിയുടെ സങ്കല്പത്തെ കാണേണ്ടത്. കാരണം നമ്മൾ ഭൗതിക ജീവിതത്തിൽ കഷ്ടപ്പെടുമ്പോൾ ഇതിൻ്റെ പിന്നിലെല്ലാം ഒരു ശക്തിയുണ്ട്. ആ ശക്തിയാണ് നമ്മളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് എന്നുള്ള ആ സത്യം മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും? പിന്നെ ഇതിലൊന്നും ഒരു പ്രശ്നമായിട്ട് തോന്നുകയില്ല. അപ്പം ഭൗതിക സംസാര രോഗത്തിന് ഔഷധമായിട്ടുള്ളത് ഈ സത്യം മനസ്സിലാക്കുകയാണ്. കാതുകൾക്ക് ഇമ്പമേകുന്നതുമായ, അതായത് ഭഗവാന്റെ കഥകളെല്ലാം, ഈ കഥകളെല്ലാം ഇമ്പമേകുന്ന തരത്തിലാണ് എഴുതിപ്പിടിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഭഗവത് ഗുണങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഗുണങ്ങൾ ഹിംസകരായ ചണ്ടാളന്മാർ ഒഴിച്ച് ഹിംസ ചെയ്യുന്ന, അതായത് എല്ലാത്തിനെയും നശിപ്പിക്കണം എന്ന് താല്പര്യമുള്ള, മറ്റുള്ളവരെയെല്ലാം നശിപ്പിച്ചിട്ട് തൻ്റെ കാര്യം സാധിക്കണം എന്ന നിലയിൽ പോകുന്ന ഏറ്റവും കീഴെയുള്ള വിഭാഗം, അതിനെ ചണ്ടാളന്മാരെന്ന് പറയാം. അവരൊഴിച്ച് ബാക്കി ആർക്കാണ് ഇഷ്ടപ്പെടാത്തത്? ബാക്കി എല്ലാവർക്കും ഈ കഥകൾ ഇഷ്ടപ്പെടും. ആരൊഴിച്ച്? സ്വാർത്ഥമതികളായ വ്യക്തികൾ, സ്വന്തം താല്പര്യത്തിന് വേണ്ടി എന്ത് നികൃഷ്ട പ്രവൃത്തിയും ചെയ്യുന്ന വ്യക്തികൾ ഒഴിച്ച്, അതായത് അവരെയാണ് ചണ്ടാളരെന്ന് പറയുന്നത്. ഇനി 6-7 എൻ്റെ മുത്തച്ഛനായ പാണ്ഡവർ എൻ്റെ എന്ന് ഇവിടെ പറയുമ്പോൾ ആരാണ്? പരീക്ഷിത്ത്. എൻ്റെ മുത്തച്ഛനായ പാണ്ഡവർ ശ്രീകൃഷ്ണനായ കപ്പലോടുകൂടി, ശ്രീകൃഷ്ണൻ ഒരു കപ്പലായിട്ട് ഉപമിക്കുകയാണ്. ആ കപ്പലിൽ കയറിക്കൊണ്ട് ദേവന്മാരെ കൂടി ജയിക്കുന്ന ഭീഷ്മാദികളായ തിമിംഗലങ്ങൾ ഉള്ള കൗരവരായ സമുദ്രത്തിൽ ദേവന്മാരെ പോലും ജയിക്കാൻ കഴിവുള്ളവരാണ് ആര്? ഭീഷ്മരും മറ്റും. അതായത് ഇന്ദ്രനെ പോലും ജയിക്കാൻ കഴിവുള്ളവരാണ് ഭീഷ്മർ എന്ന നിലയിലാണ് പറയുന്നത്. അത്രയും വില്ലന്മാരായ ഭീഷ്മർ, ഗുരു, ഇവരെല്ലാമുള്ള മുതലായ തിമിംഗലങ്ങൾ, അവരെല്ലാം തിമിംഗലമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള തിമിംഗലങ്ങളുള്ള സമുദ്രത്തെ എന്തായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു? കൗരവര് സമുദ്രം. ആ സമുദ്രത്തിൽ മുഴുവൻ ഭീഷ്മരെ പോലെയുള്ള തിമിംഗലങ്ങളുണ്ട്. അതിനെ മറികടക്കാനാണ് കൃഷ്ണനാകുന്ന കപ്പലിൽ ആര് കയറിയത്? പരീക്ഷത്തിൻ്റെ മുത്തച്ഛന്മാർ ആയ പാണ്ഡവർ കയറിയത്. എങ്ങനെ നിസ്സാരമായിട്ട് ആ കപ്പലിലൂടെ മറികടന്നു എന്നതെല്ലാം ഒന്ന് വിസ്തരിച്ച് പറയുക. യാതൊരുവനാൽ അശ്വത്ഥാമാവിൻ്റെ അസ്ത്രത്തിൽ നിന്നും, പിന്നെ വേറെ കാര്യം, അശ്വത്ഥാമ അസ്ത്രം തൊടുത്തിട്ടുണ്ട് അവസാനം പരീക്ഷത്തിനെ കൊല്ലാൻ വേണ്ടിയിട്ട്, ഗർഭപാത്രത്തിൽ തന്നെ വെച്ച് കൊല്ലാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കൗരവരുടെയും പാണ്ഡവരുടെയും എല്ലാം വംശത്തിൻ്റെ പ്രതിനിധിയായിട്ടുള്ളതാണ് ഈ പരീക്ഷിത്ത്. ആ വംശത്തെ തന്നെ, ആ വംശത്തിൻ്റെ
പ്രതീകമായ, അല്ലെങ്കിൽ ആ വംശത്തിൻ്റെ നിലനിൽപ്പിന് കാരണമായ എന്നെ ഗർഭപാത്രത്തിൽ നിന്ന് തന്നെ അശ്വത്ഥാമ വധിക്കാൻ ശ്രമിച്ചപ്പോൾ ആര് രക്ഷിച്ചോ? ആരാണ് രക്ഷിച്ച? കൃഷ്ണൻ. എല്ലാ ജീവജാലങ്ങളിലെയും ഉള്ളിൽ കിടക്കുന്ന ആ ശക്തിവിശേഷം, ആ ശക്തിവിശേഷം കൃഷ്ണനാണെങ്കിൽ ആ കൃഷ്ണൻ ഏതാണ്? പണ്ടേ പറയുന്ന ശ്രീഹരി തന്നെ എല്ലാവരുടെയും ഉള്ളിൽ കിടന്ന് എല്ലാവരെയും നിയന്ത്രിക്കുന്ന ആ ശക്തിവിശേഷം. അപ്പം ഇതിനെ ഇവിടെയെല്ലാം ഒരു കൃഷ്ണനെ പറ്റി പറയുമ്പോൾ ഇടക്കിടക്ക് അത് ആവർത്തിക്കുന്നുണ്ട്. നിങ്ങൾ കൃഷ്ണനെ തപ്പിയിട്ട് വേറെ എടിയും പോകണ്ട, നിന്റെ ഉള്ളിലുള്ളതും ആ കൃഷ്ണൻ തന്നെയാണ്, ആ ശ്രീഹരി തന്നെ. അത് കൃഷ്ണനും അല്ലാതെ ശ്രീഹരിയാണ്. പണ്ടേ പറയുന്ന ആ സംഗതി തന്നെയാണ് ഈ സംഗതി. ഇവിടെ അതിന് വേറെ കൃഷ്ണൻ എന്നൊരു പേര് കൊടുക്കുന്നതേ ഉള്ളൂ. അതെല്ലാം എനിക്ക് വിവരിച്ച് ആ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ ആ ശക്തിവിശേഷത്തിൻ്റെ വീര്യത്തെയെല്ലാം വീരകർമ്മങ്ങളെയെല്ലാം എനിക്ക് വിവരിച്ചു തരിക. 8 സംഘർഷണമൂർത്തിയായ ബലരാമൻ രോഹിണിയുടെ പുത്രൻ എന്ന് അങ്ങ് പറഞ്ഞു. അതായത് ബലരാമൻ രോഹിണിയുടെ പുത്രനായിട്ട് ജനിച്ചിട്ടുണ്ട്. സംഘർഷണമൂർത്തിയായ, അതായത് ബലരാമനും കൂടി ഇങ്ങ് പോന്നിട്ടുണ്ട്. അങ്ങ് പറഞ്ഞു അതിന് ദേവതയുടെ ഗർഭത്തോടു കൂടെയുള്ള സംബന്ധം എങ്ങനെ സംഭവിച്ചു? എന്തിനാണ് ദേവകിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ഒരു ബന്ധത്തിലൂടെ ആ ബലരാമന് എന്തിനാണ് കൂടെ പോകുന്നത് എന്ന ആ ഒരു എന്ത് ബന്ധമാണ് അവിടെ വന്നത് എന്നീ കാര്യങ്ങളും പറയുക. ഇനി 9 മോക്ഷപ്രദനായ ശ്രീകൃഷ്ണൻ, എല്ലാവർക്കും മോക്ഷം നൽകാൻ കഴിവുള്ള കക്ഷിയാണ് ഈ ശ്രീകൃഷ്ണൻ. പിന്നെ അദ്ദേഹം എന്തിനാണ് അച്ഛൻ്റെ ഗൃഹത്തിൽ നിന്നും ഗോകുലത്തിലേക്ക് പോയത്? അച്ഛൻ്റെ കൂടെ അങ്ങ് താമസിച്ചാൽ പോരായിരുന്നു. എല്ലാവർക്കും മോക്ഷം പോലും നൽകാൻ കഴിവുള്ള വ്യക്തിയാണ്. പിന്നെ എന്തിനാണ് ഗോകുലത്തേക്ക് പോയത്? എന്നിട്ട് ആ ഭക്തജനങ്ങളുടെ കൂടെ രക്ഷകനായിട്ട് എവിടെയാണ് വസിച്ചത്? ഇനി 10 ശ്രീകൃഷ്ണൻ ഗോകുലത്തിലും മധുരാപുരിയിലും വസിച്ചുകൊണ്ട് എന്ത് ചെയ്തു? പലയിടത്ത് വസിച്ചിട്ടുണ്ടല്ലോ, അവിടെയെല്ലാം വസിച്ചെടുത്തെല്ലാം അദ്ദേഹം എന്താണ് ചെയ്തത്? മാതാവിൻ്റെ സഹോദരനായ കംസനെ, മാതാവിൻ്റെ സഹോദരനാണ് കംസൻ, താൻ തന്നെ എന്തിനാണ് വധിച്ചത്? മാതാവിൻ്റെ ഒരു സഹോദരനെ വധിക്കേണ്ട കാര്യം എന്താണ്? താൻ തന്നെ അതിനെ എന്തിനാണ് വധിച്ചത്? ഇനി 11 മർത്യദേഹം ധരിച്ചുകൊണ്ട് വൃഷ്ണികളോടുകൂടി യദുപുരിയിൽ എത്ര സംവത്സരം വസിച്ചു? എത്ര കാലം അവിടെ ഈ ലോകത്തിൽ ഉണ്ടായിരുന്നു? ഭഗവാന് എത്ര പത്നിമാരുണ്ട്? എന്നിട്ട് 12 പറയുകയാണ് ഇതിനും മറ്റുമായ എല്ലാ അറിവുകളും എനിക്ക് വിസ്തരിച്ച് പറഞ്ഞു തരിക. ഒന്നും വിട്ടുപോകണ്ട, ഞാൻ ഈ ചോദിച്ച മാത്രം വേണ്ട, എല്ലാ കാര്യങ്ങളും വിസ്തരിച്ച് പറഞ്ഞു തരിക. ഒട്ടും 13 ഒട്ടും സഹിക്കാൻ വയ്യാത്ത ഈ വിശപ്പ്, അദ്ദേഹത്തിന് ഒട്ടും സഹിക്കാൻ പറ്റാത്ത വിശപ്പാണ് എന്ത്? ഈ ജ്ഞാനം, ഈ അറിവ് കേൾക്കുക. അത് കേൾക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിശപ്പ് തീരുകയാണ്. നമുക്ക് നല്ല വിശപ്പുള്ള സമയത്ത് എന്തെങ്കിലും വളരെ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യത്തിൽ ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ നമുക്കെന്തുണ്ടാവില്ല, ആ വിശപ്പൊന്നും അറിയില്ല. ചുമ്മാ ഇരിക്കുമ്പോഴാണ് വിശപ്പെല്ലാം തോന്നുന്നത്. എന്നിട്ട് ഈ വിശപ്പ് അങ്ങയുടെ മുഖത്ത് നിന്ന് ഒഴുകി വരുന്ന ശ്രീഹരിയുടെ ചരിത്ര കഥ പാനം ചെയ്യുമ്പോൾ അപ്പം ഞാൻ ഭയങ്കര വിശപ്പിലാണ്, ഈ ജ്ഞാനം ആകുന്ന വിശപ്പ് വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ സാധാരണ എല്ലാം വിശപ്പ് തന്നെയാണെങ്കിൽ തന്നെ അങ്ങയുടെ മുഖത്ത് നിന്ന് വരുന്ന ഈ കഥ ഞാൻ പാനം ചെയ്യുമ്പോൾ
ജലം പോലും കഴിച്ചിട്ടില്ലെങ്കിലും അതിൻ്റെ പ്രശ്നം എനിക്ക് അനുഭവപ്പെടുന്നില്ല. ഭക്ഷണം പോയിട്ട് ജലം പോലും കഴിക്കാതെയാണ് ഞാൻ ഇത് പാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏത് ഈ കഥ എനിക്ക് ഒരു വിശപ്പോ വിശപ്പല്ല, ദാഹം പോലും ഇല്ല. ഇനി 14 സൂതൻ പറയുകയാണ്, ഇത്തരം ചോദ്യങ്ങൾ കേട്ട് സന്തോഷിച്ച് അഭിനന്ദിച്ച ശേഷം കലിദോഷത്തെ നശിപ്പിക്കുന്ന ശ്രീകൃഷ്ണ കഥയെ പറഞ്ഞു തുടങ്ങി. കലിദോഷത്തെ നശിപ്പിക്കുന്ന, അതായത് കലികാലത്തിലാണ് കൃഷ്ണൻ ഈ കർമ്മങ്ങൾ ചെയ്യുന്നത്. കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗത്തിലെ കഥയാണെങ്കിലും ദ്വാപരയുഗത്തിലുള്ള ദൂഷ്യങ്ങൾ പരിഹരിക്കുന്നത് ദ്വാപരയുഗത്തിൻ്റെ അവസാനം ആ ദൂഷ്യം അതിൻ്റെ മാക്സിമത്തിൽ എത്തുമ്പോഴാണ് കൃഷ്ണൻ അവതരിച്ചിട്ട് കലിയുഗത്തിൻ്റെ ആദ്യത്തെ ഭാഗത്ത് വെച്ചിട്ടാണ് ഈ മാറ്റങ്ങൾ മുഴുവൻ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇതെല്ലാം ദ്വാപരയുഗത്തിൽ നടന്നു എന്നൊന്നും ധരിക്കരുത്. അതങ്ങനെ കലിയുഗത്തിൽ ഇപ്പം അങ്ങനെയാണ് നമ്മൾ ഈ യുഗത്തിൽ ആ മാറ്റത്തിൻ്റെ പീരീഡിലാണ് നിൽക്കുന്നത്. ഇനി പാഞ്ചല് സുഖനപ്പം കഥ പറയുന്നതിന് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങയുടെ ബുദ്ധി ശരിയായ നിർണയത്തോട് കൂടിയതാണ്. അങ്ങ് ശരിയായ നിർണയത്തോടു കൂടിയുള്ള ബുദ്ധിയാണ് അങ്ങേക്ക് ഇപ്പോഴുള്ളത്. കാരണം ശ്രീകൃഷ്ണ കഥയിൽ അങ്ങ് ഏകാഗ്രമായ താല്പര്യം കാണിക്കുന്നു. എന്തുകൊണ്ട്? അങ്ങേര് ആ കഥയിൽ തന്നെ മുഴുകിയിരിക്കുകയാണ്. അങ്ങേർക്കിപ്പം വേറെ സർപ്പം മറ്റേ നാഗം വന്ന് കൊല്ലുന്ന കാര്യം ഒന്നും ചിന്തയില്ല. എല്ലാം ഇതിലങ്ങ് മുഴുകിയിരിക്കുകയാണ്. 16 ശ്രീകൃഷ്ണനെ കുറിച്ചുള്ള അങ്ങയുടെ പ്രശ്നം ഗംഗ പോലെ, ഗംഗാനദി എല്ലാവരെയും പവിത്രമാണ്. അതുപോലെ ചോദ്യകർത്താവിനെയും ചോദിക്കുന്ന ആളെയും കഥാപ്രസംഗികനെയും കഥ പറയുന്ന ആളെയും കേൾക്കുന്ന ആളെയും ഇങ്ങനെ 3 ജനവിഭാഗത്തിൽ ശുദ്ധീകരിക്കും. ഈ കഥ കേട്ട് കഴിഞ്ഞാൽ കഥ പറയുന്ന ആൾ, കഥ കേൾക്കാൻ ചോദിച്ച ആൾ, പിന്നെ കേൾക്കുന്ന ശ്രോതാക്കൾ, ഇവർക്കെല്ലാം ഉണ്ടാവും. അവരെയെല്ലാം ശുദ്ധീകരിക്കും. എന്നിട്ട് 17 പറയുകയാണ്, അഹങ്കാരം മൂത്ത രാജാക്കന്മാരുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട അസുരൻ അഹങ്കാരം മൂത്ത രാജാക്കന്മാരുടെ വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ട അസുരന്മാര് സേനകളോടുകൂടി വർദ്ധിച്ചപ്പോൾ അതിൻ്റെ ഭാരത്താൽ പീഡിതനായ ഭൂമി ദേവി. അപ്പോൾ അഹങ്കാരം മൂത്ത ഭരണാധികാരികൾ അവർ രാജാക്കന്മാരുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ, അപ്പം അഹങ്കാരം മൂത്ത രാജാക്കന്മാര്, അഹങ്കാരം മൂത്തവര് രാജാക്കന്മാരുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ, അപ്പോൾ ആർക്കെതിരായിട്ടാണ് കൃഷ്ണൻ വരുന്നത് എന്ന് വളരെ വ്യക്തമായി തന്നെ ഇവിടെ പറയുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ്? ഭരണാധികാരികൾ ദുഷിക്കുമ്പോൾ ആ ഭരണ വ്യവസ്ഥിതിക്കെതിരായിട്ടാണ് കൃഷ്ണൻ വരുന്നത്. അല്ലാതെ പാവം ജനങ്ങളുടെ മേക്കെട്ട് കയറാനൊന്നുമല്ല. അധർമ്മത്തിനെതിരായിട്ട് ഇവിടെ ഏതെങ്കിലും ഒരു ലോക്കൽ വ്യക്തിയിൽ ഒരു അധർമ്മം നടക്കുമ്പോൾ, കൃഷ്ണ നീ എന്താ വരാത്തത്, ഇവിടെ ഒരു അധർമ്മം എൻ്റെ വീട്ടിൽ നടക്കുകയാണല്ലോ. അന്നേരം കൃഷ്ണൻ ഓരോ വീട്ടിൽ വന്നിട്ട് ലോകം തീർക്കാനല്ല, അധർമ്മം തീർക്കലല്ല ജോലി. അധർമ്മം മൂത്ത രാജാക്കന്മാരുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്ന അനേകം സേനകളോടുകൂടിയ അസുരന്മാർ. അപ്പം രാജ്യത്തിൻ്റെ തലപ്പത്ത് അസുരന്മാര് അഹങ്കാരം മൂത്തിട്ട് ആ ജനങ്ങൾക്ക് മുഴുവൻ ദോഷമായി നിൽക്കുന്ന തരത്തിൽ രാജാക്കന്മാരുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ, അപ്പോഴാണ് ഭൂമി ദേവിക്ക് എന്തുണ്ടാകുന്നത്? പീഡ അനുഭവത്തുന്ന ആ ഭാരം കൊണ്ട് പീഡ ഉണ്ടാവുകയാണ്. അപ്പോൾ ലോകത്തിലുള്ള ജനങ്ങളെ പീഡിപ്പിക്കുന്ന രാജാക്കന്മാര് ഭരണത്തിൻ്റെ തലപ്പത്തെത്തിയിട്ട് അവർ അസുര സ്വഭാവത്തോടു കൂടി
രാജാക്കന്മാരുടെ തലപ്പത്തിരിക്കുകയും വലിയ സേനകളോടുകൂടി ഇരിക്കുക. സേനകളോടുകൂടി ഇരിക്കുക എന്ന് പറഞ്ഞാൽ സേനകളെ ഉപയോഗിച്ചിട്ടാണ് ജനങ്ങൾക്ക് ഉള്ള ദോഷം മുഴുവൻ ചെയ്യുക, അധികാരം ഉപയോഗിച്ചുകൊണ്ട്. സേനകളോടുകൂടി ലോകത്തിന് തന്നെ നാശം വിതച്ചുകൊണ്ട്, ഭയങ്കരമായ സേനകളെ സംഘടിപ്പിച്ചുകൊണ്ട് രാജാക്കന്മാരായിട്ട് മുകളിൽ അസുരന്മാർ വിലസുക. ലോകത്തിൽ പലയിടത്തും പല രാജാക്കന്മാരും. അങ്ങനെ വരുമ്പോഴാണ് ഭൂമിക്ക് എന്തായിത്തീരുന്നത്? ഇവരെല്ലാം ഭാരമായിത്തീരുന്നു. അങ്ങനെയുള്ള ഭൂമിദേവി ബ്രഹ്മാവിനെ ശരണം പ്രാപിക്കുന്നു, സൃഷ്ടി നടത്തിയ ശക്തിയെ ശരണം പ്രാപിക്കുന്നു. ചുരുക്കത്തിൽ രാജഭരണം, ഭരണാധികാരികൾ ദുഷിക്കുമ്പോഴാണ് കൃഷ്ണൻ കാലം അവതരിക്കുന്നത്. അല്ലാതെ നാട്ടിലുള്ള ജനങ്ങളെ കുഴപ്പം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? നാട്ടിൽ എന്തെങ്കിലും അധർമ്മങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അത് ആരുടെ കുഴപ്പമാണ്? മുകളിലുള്ള ആ ഭരണത്തിൻ്റെയും അവരുണ്ടാക്കി വെച്ച സിസ്റ്റത്തിൻ്റെയും കുഴപ്പമാണ്. അല്ലാതെ ജനങ്ങളെ കുഴപ്പമൊന്നുമല്ല. ജനങ്ങൾ മുകളിൽ, അതായത് മോന്തായം തിരിഞ്ഞാൽ 64 തിരിയെന്ന് പറയുന്നതിൻ്റെ ആ ചുരുക്ക അർത്ഥത്തിലെടുത്താൽ മതി. ഭരണം ദുഷിക്കുമ്പോൾ ഏറ്റവും മുകളിലുള്ള ഭരണം, അധർമ്മികൾ ഭരണത്തിലിരുന്ന് ജനങ്ങളെ അവരുടെ സൈനിക ബലത്തോടുകൂടി ലോകത്തിന് തന്നെ ഒരു ഭാരമായി മാറുമ്പോഴാണ്, അതാണ് മഹാഭാരത യുദ്ധം ലോകമഹായുദ്ധമായിട്ട് മാറുന്നത്. അപ്പോഴാണ് കാലം ഇറങ്ങി വരുന്നത്, ശ്രീഹരി ഇറങ്ങി വരുന്നത്, കൃഷ്ണനായിട്ട് ഇറങ്ങി വരുന്നത്. അതിന് ഭൂമി പോയിട്ട് പറയുകയാണ് ബ്രഹ്മാവിൻ്റെ അടുത്ത്, ബ്രഹ്മാവാണല്ലോ ഇങ്ങനെ കുറേ എണ്ണത്തെ സൃഷ്ടിച്ചു വിട്ടിരിക്കുന്നത്, എനിക്ക് ഇവന്മാരുടെ ഭാരമൊന്നും ചുമക്കാൻ വയ്യ എന്ന് ഭൂമിദേവി പോയി പറയുകയാണ്. ഇതിൻ്റെ 18 പശുവിൻ്റെ വേഷം ധരിച്ചിട്ടാണ് ഭൂമി പോയതെന്ന് പറയുകയാണ്. എന്നിട്ട് വ്യസനിച്ച് വളരെ പീഡ അനുഭവിക്കുന്നവളായിട്ട് കരഞ്ഞുകൊണ്ട് ബ്രഹ്മാവിൻ്റെ സമീപത്തെത്തി അദ്ദേഹത്തോട് തൻ്റെ കഷ്ടപ്പാടുകളെല്ലാം പറഞ്ഞ് ആകെ സഹിച്ചുകൂടെ അവിടെ ഭരണത്തിൽ തലപ്പത്തിങ്ങനെ അധർമ്മികൾ പെരുകിയിരിക്കുകയാണ്. 19 ബ്രഹ്മാവ് ഇത് കേട്ടറിഞ്ഞ ശേഷം അവളോടും ദേവന്മാരോടും പരമശിവനോടും കൂടെ നേരെ പാൽക്കടലിലേക്ക് തീരത്തേക്ക് പോയി. കാരണം പരിപാലിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? വിഷ്ണുവിനാണ്. അപ്പം പാൽക്കടലിൻ്റെ അടുത്തേക്ക് പോയി. എന്തിന്? വിഷ്ണുവിനോട്. കാരണം ഇതെല്ലാം ബ്രഹ്മാവിനിങ്ങനെ സൃഷ്ടിച്ചിടുകയും ചെയ്യും. ഇനി ഇവന്മാരെയെല്ലാം ഇങ്ങനെയുള്ള അധർമ്മികളെയെല്ലാം ബ്രഹ്മാവങ്ങ് സൃഷ്ടിച്ചിടും. ഇവന്മാരെയെല്ലാം ശരിയാക്കി എടുക്കേണ്ട പരിപാടി ആർക്കാണ്? വിഷ്ണുവിന് ആണ്. എന്നിട്ട് വിഷ്ണുവിൻ്റെ അടുത്ത് ഇല്ലയാണ്. സൃഷ്ടിച്ചാൽ എന്ത് ചെയ്യാനാ? വേറൊക്കെ സൃഷ്ടിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ തരത്തിലെയും സൃഷ്ടിച്ചിട്ടിട്ടുണ്ട്. എന്നിട്ട് പ്രശ്നം വരുമ്പോൾ വിഷ്ണുവിൻ്റെ അടുത്ത് എത്തും. 20 അവിടെ എത്തിയ ശേഷം സർവലോകപാലകൻ, അപ്പൊ സർവലോകം, ലോകത്തെ പാലിക്കുന്ന ഒരു ശക്തി വിശേഷം, അതായിട്ട് വിഷ്ണുവിനെ എടുക്കണം. അതൊന്നും കണ്ണും മൂക്കും ഒന്നും വെച്ച് ചിന്തിച്ചു പോകരുത്. ലോകം ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ പ്ലാൻ അനുസരിച്ച് അധർമ്മികൾ വരുമ്പോൾ കാലം തന്നെ അതിനെല്ലാം ഉടക്കുന്നാണ് പറഞ്ഞുകൊണ്ടുവരുന്നത്. സർവലോകപാലകനും ദേവങ്ങളുടെ ദേവനുമായ ആ ഭഗവാനെ, അതായത് ശ്രീഹരിയെ വേദമന്ത്രത്താൽ സ്തുതിച്ചു. വേദമന്ത്രത്താൽ സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ വേദങ്ങളിൽ പറയുന്ന അനുസരിച്ച്, വേദം എന്ന് പറഞ്ഞാൽ ശാസ്ത്രവും ചരിത്രവും എല്ലാം അടങ്ങിയതാണ്. ആ ചരിത്രം അനുസരിച്ചാണ് ഇവിടെ ലോകം പോകുന്നത്. അത് ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ട്. അത് വേദത്തെ പറഞ്ഞിട്ടുണ്ട്. വേദത്തെ പറഞ്ഞ കഥ തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഇതുപോലെ കാര്യം പോവുള്ളൂ. ആ സമയത്ത് വിഷ്ണു ഇറങ്ങിയേ പറ്റൂ സംഹരിക്കാൻ. എങ്ങനെ? എനിക്ക് 21 പറയുകയാണ്, ബ്രഹ്മാവ് അങ്ങനെ സമാധിയിൽ ഇരുന്നു കൊണ്ട് സ്തുതിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആകാശത്തിൽ അദ്ദേഹം കേട്ട ഒരു അശരീരി വാക്ക്, അദ്ദേഹം ഒരു അശരീരി വാക്കായി കേട്ടത് ദേവന്മാരോട് പറഞ്ഞു. പരമപുരുഷൻ പറഞ്ഞത് കേട്ട് അപ്രകാരം പ്രവർത്തിക്കുക. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ
ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, അതുപോലെ നിങ്ങൾ പ്രവർത്തിക്കണം. 22 ഭൂമിയുടെ സന്താപം അന്തരാമിയായ ഭഗവാൻ നേരത്തെ കേട്ടിരുന്നു. എല്ലാറ്റിലും ഉള്ളിൽ നിൽക്കുന്നതാണ് ആര്? ശ്രീഹരി. അത് നേരത്തെ കേട്ടിരുന്നു, അങ്ങേക്കറിയാത്ത കാര്യമൊന്നുമില്ല. കാരണം ഈ അസുരന്മാരായി നിൽക്കുന്നവരുടെ ഉള്ളിൽ നിൽക്കുന്ന ശക്തിയാണ് ആര്? ഈ ശ്രീഹരി. ഇപ്പം നമുക്കൊരു ശത്രു ഉണ്ടെങ്കിൽ നമ്മളെ ഉള്ളിൽ നിൽക്കുന്നത് ശ്രീഹരിയാണ്, ആ ശത്രുവിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത് ശ്രീഹരിയാണ്. അതുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് ദൈവമേ എൻ്റെ ഒരു ശത്രു ഇങ്ങനെയുണ്ട്, എനിക്ക് പാര വെക്കുന്നു, അതുകൊണ്ട് അവനെ ഒന്ന് ഒതുക്കിത്തരണമെന്ന് പറയേണ്ട ആവശ്യമൊന്നും ഇല്ല. കാരണം എൻ്റെ ഉള്ളിലുള്ളത് അങ്ങേരെ ഉള്ളിലുള്ളത് അതേ ശക്തി തന്നെ, ആ ശക്തി തന്നെയാണ് എനിക്കിട്ട് പാരയിൽ വെക്കുന്നത്. പിന്നെ അങ്ങേരോട് പറയേണ്ട കാര്യമില്ല, അങ്ങേർക്കറിയാം. അതുകൊണ്ട് ഭൂമിയുടെ സന്താപം സർവത്തിലും അന്തരാമിയായിരിക്കുന്ന ഭഗവാൻ നേരത്തെ അറിഞ്ഞിട്ടുണ്ട്. നേരത്തെ അറിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ലാണ് ലോകം പോകുകയെന്ന് അദ്ദേഹത്തിന് നേരത്തെ അറിയാം. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും, ദാഹമുണ്ടോ? ഉപ്പ് തിന്നുമ്പം തന്നെ നമുക്കറിയാം അവൻ കുറേ ഉപ്പ് തിന്നുണ്ടെങ്കിൽ ഇവന് കുറച്ച് കഴിയുമ്പം ദാഹം വരും. അതിന് അങ്ങോട്ട് നമ്മൾ പോയി പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ കുറേ കഴിയുമ്പോൾ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതാ വേണം, നിനക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞാൽ കൊടുക്കേ വേണ്ടു. അല്ല, അവകേരി ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ ഇദ്ദേഹത്തിന് അതെല്ലാം നല്ലോണം അറിയാം. ഭൂമിയുടെ ഭാരം കുറക്കാൻ ഭഗവാൻ ഭൂമിയിൽ സഞ്ചരിക്കുമ്പോൾ, ഇപ്പം ഭൂമിയിൽ ഭാരം കുറക്കാൻ സമയത്തുമ്പോൾ അങ്ങേര് വരും. എന്തിന്? ഈ ഭാരം കുറക്കാൻ വേണ്ടി. നിങ്ങളും കൂടി അദ്ദേഹത്തിൻ്റെ ചെറിയ അംശങ്ങളായിട്ട് ദേവന്മാരോടാണ് പറയുന്നത്. ദേവന്മാര് അവരുടെ തന്നെ ഒരു അംശങ്ങളായിട്ട് യാദവരുടെ ഇടയിൽ ജനിക്കേണ്ടിയിരിക്കുന്നു. അപ്പം വിഷ്ണുവിൻ്റെ രൂപത്തിൽ അംശമായിട്ട് വരുമ്പോൾ ഈ ദേവന്മാരുടെ രൂപത്തിൽ ഇങ്ങനെ അംശമായിട്ട് വരണം ഭൂമിയിൽ. അങ്ങനെയല്ലേ അർജുനന്റെ അംശമായിട്ട് ആര് വന്നത്? അർജുനൻ വന്നത്. വായുഭഗവാന്റെ അംശമായിട്ടാണ് ആര് വന്നത്? ഭീമൻ വന്നത്. സൂര്യന്റെ അംശമായിട്ടാണ് ആര് വന്നത്? കർണൻ വന്നത്. എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. അതായത് ഈ പ്രപഞ്ചത്തിലുള്ള ഗ്രഹങ്ങളുടെ എല്ലാം പ്രേരണയാൽ അവർ തന്നെയാണ് നമ്മളായിട്ട് മാറിയിരിക്കുന്നത്. അപ്പം നമ്മിൽ ചിലപ്പോൾ സൂര്യൻ്റെ അംശമായിരിക്കും കൂടുതലുണ്ടാവുക, ചന്ദ്രൻ്റെ ആയിരിക്കും, അല്ലെങ്കിൽ ശുക്രൻ്റെ ആയിരിക്കും. ശുക്രൻ്റെ ആകുമ്പോൾ നമുക്കെന്ത് പറ്റും? സൂചിച്ച് നടക്കേണ്ട ശുക്രദശയല്ലേ, സൂചിച്ച് നടക്കേണ്ട സ്വഭാവം ഉണ്ടാകും. സൂര്യൻ്റെ അംശമായി പോയി കഴിഞ്ഞാൽ കുറേ നീതിയും ധർമ്മവും പിന്നെ എല്ലായിടത്തും ആ കർണൻ്റെ മാതിരിയായിപ്പോവും. അപ്പോൾ ഓരോന്നിൻ്റെയും ഗ്രഹങ്ങളുടെ സ്വാധീനം നമ്മളിൽ വരുമ്പോഴാണ് ഓരോ തരം ജീവജാലങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട്. ലോകത്തിൽ ആ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്ക് പിന്നിലുള്ള എല്ലാ ശക്തികളുടെയും അംശങ്ങളാണ് യാദവരായിട്ട് കയറി വരുന്ന, യാദവരുടെ ഇടക്ക് വരുന്നത്. എന്നിട്ട് ആ യാദവരെ വെച്ചുകൊണ്ടാണ് യുദ്ധം നടത്തുന്നത്. അല്ലാതെ കൃഷ്ണനായിട്ട് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെല്ലാം അതിൻ്റെ അംശങ്ങൾ തന്നെയാണ്. നമ്മളെല്ലാം തന്നെയാണ് അർജുനനും കൃഷ്ണനും ഭീഷ്മരും എല്ലാം. അതാരാണെന്ന് സ്വയം ഓരോ ആളും ചിന്തിച്ചാൽ മതി. ഞാൻ ആരാണെന്ന് സ്വയം ചിന്തിച്ചാൽ മതി. ആ ദേവന്മാരിറങ്ങി വന്ന തന്നെയാണ്. എന്നിട്ട് അതുകൊണ്ടാണ് ദേവന്മാരോട് പറഞ്ഞത്, നിങ്ങളെല്ലാം റെഡിയായിക്കോ, നിങ്ങളുടെ അംശവും ഭൂമിയിൽ വന്നിറങ്ങണം, യാദവരുടെ ഇടക്ക് വന്നിറങ്ങണം. ഇതെല്ലാം അവന്മാർ തന്നെയാണ് വന്നിറങ്ങിയിട്ട് ഈ കളിപ്പിക്കുന്നത്, വേറെ ആരുമല്ല. ഇവന്മാർ തന്നെ മുകളിലുള്ള ആ കക്ഷികളെല്ലാം തന്നെയാണ് നമ്മളെ രൂപത്തിലല്ല ഇവിടെ വന്നിട്ട് ഈ കളി മുഴുവൻ കളിക്കുന്നത്. എല്ലാം അതിൻ്റെ, അതാണ് മായ. ഒരു കളി, അതിൽ കൂടുതലൊന്നും ഇതിന് വലിയ പ്രാധാന്യമൊന്നും ഇല്ല.
പരമപുരുഷൻ 23. പരമപുരുഷൻ എന്ന് പറഞ്ഞാൽ ശ്രീഹരി തന്നെ. ശ്രീഹരിയിൽ മുകളിൽ പോകണം, ബ്രഹ്മം തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. വസുദേവരുടെ ഭവനത്തിൽ പ്രത്യക്ഷനായി അവതരിച്ചു. അവിടെ വസുദേവരുടെ ഗൃഹത്തിൽ അവിടെ അവതരിച്ചു. അവിടുത്തെ പ്രീതിക്കായിക്കൊണ്ട് ദേവസ്ത്രീകളും ജനിച്ചു. അപ്പൊ ദേവസ്ത്രീകളും എല്ലാം കൂടി ഇങ്ങ് പോന്നിട്ടുണ്ട്. ഈ കാണുന്ന ദേവസ്ത്രീകളെല്ലാം കൃഷ്ണന്റെ കൂടെ എല്ലാം നിൽക്കുന്ന ദേവസ്ത്രീകൾ അതെല്ലാം അവിടുന്ന് തന്നെ ഇറങ്ങി വന്നതാണ്. അല്ലാതെ വേറെയൊന്നുമല്ല. എല്ലാം അവിടുന്ന് ഇവിടെ ഏതെല്ലാം സ്ത്രീകളുണ്ടോ അതെല്ലാം അവിടുന്ന് ഇറങ്ങി വന്നതിൻ്റെയാണ്. ഈ യാദവരെല്ലാം ആരെല്ലാം ഉണ്ടോ അതെല്ലാം മുകളിൽ നിന്ന് ഇറങ്ങി വന്നവരെ തന്നെയാണ്. ഞാനുണ്ടെങ്കിൽ ഞാനും അവിടെ നിന്ന് ആരോ ഇറങ്ങി വന്നതാണ്. എന്നെ ഇറക്കി സ്വയം ഇറങ്ങി വന്നതാണ്. ഞാൻ അവിടെ വേറെ ഏതൊക്കെ ആയിരിക്കും. ഇവിടെ ഈ രൂപത്തിൽ വന്നു. ആ തരത്തിൽ കാണണം. പറയുന്ന അർത്ഥം ഇത്രയാണ്. ഇവിടെ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അവർ തന്നെയാണ്. അവർ തന്നെ ഓരോ വേഷം കിട്ടിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയാണ്. എന്നിട്ട് ഇവിടെ കിടന്നിട്ട് എന്തെല്ലോ കാട്ടിക്കൂട്ടിയാണ്. ഇത്രയേ ഉള്ളൂ ഇല്ലാത്ത കാര്യം. ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഒരു നാടകത്തിലെ പോലെ അങ്ങനെ ഈ ജീവിതം പോവുകയാണ്. നമ്മളിതിനെല്ലാം എന്തെല്ലോ വലിയതാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ തലക്ക് ഉറക്കം കിട്ടാതെ നടക്കുകയാണ്. ഒന്നുമില്ല. ഇതൊരു നാടകത്തിലെ പോലെ അങ്ങനെ നടന്നു വന്ന് കണ്ട് ആസ്വദിക്കുക. അതിൽ ഓരോ ആൾക്കാരുടെയും ഓരോ പ്രവർത്തനമെല്ലാം കാണുമ്പോൾ നമ്മൾ ഉള്ളിൽ എന്തെല്ലാം വേഷമാണ് കെട്ടുന്നത് എന്നുള്ള നിലയിൽ കണ്ടുകൊള്ളുക. അത്രയേ വേണ്ടൂ. എന്നിട്ട് 24 ഭഗവാന്റെ കല തന്നെയായ 1000 മുഖങ്ങളോടുകൂടിയ ആദിശേഷൻ ശ്രീഹരിയെ സഹായിക്കാൻ മുന്നിൽ അവതരിച്ചു. അപ്പോൾ ആ എനർജി അനന്തൻ എന്ന സർപ്പത്തിൻ്റെ മേലെ ഊർജത്തിൻ്റെ മേലെയാണ്, അകത്താണ് ഈ പ്രേരക ശക്തി നിൽക്കുന്നത്. അപ്പോൾ ഒരു പ്രേരക ശക്തിയായിട്ട് മുന്നിൽ വരും. ഈ നിർഗുണമായ ബ്രഹ്മത്തിന്ന് ഒരു പ്രേരക ശക്തി ഇങ്ങനെ എനർജിയായിട്ട്, അതാണ് പാമ്പ് രൂപത്തിലേക്ക് വ്യാപിക്കുന്ന ലോകത്തിൽ. ആ പാമ്പിൻ്റെ അകത്താണ് ഇത് ഉത്ഭവിച്ച ശ്രീഹരി ഉള്ളത്. അപ്പൊ അതും കൂടി ആദ്യം പുറത്തു വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആ വന്ന ബലരാമനാണ് ആദ്യം കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത്. എന്താണ് ഇതിൻ്റെ അർത്ഥം? രാമന്റെ മുമ്പിൽ പരശുരാമനാണ്, കൃഷ്ണന്റെ മുമ്പിൽ ബലരാമനാണ്. അതായത് ഒരു നാട്ടിൽ അധർമ്മം കൂടുതൽ വരുമ്പോൾ, ഒരു നാട്ടിൽ അധർമ്മം പെരുകുമ്പോൾ, അധർമ്മം എവിടുന്നാ വരുന്ന? രാജഭരണത്തിൽ നിന്ന്. ജനങ്ങളെല്ലാം അധർമ്മികൾ. ഭരണം ദുഷിക്കുമ്പോഴാണ് ജനങ്ങളിൽ അത് ആ ദുഷിച്ച സ്വഭാവങ്ങളെല്ലാം പ്രചരിക്കുന്നത്. അപ്പം ഭരണം ദുഷിക്കുമ്പോൾ, നാട്ടിൽ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ, അധർമ്മം പെരുകുമ്പോൾ ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് ഓരോ ഇൻഡിവിജ്വലും ആത്മരക്ഷാർത്ഥമുള്ള പ്രതിഷേധമായിരിക്കും. ആ പ്രതിഷേധമാണ് ബലരാമനായിട്ട് ചിത്രീകരിക്കുന്നത്. എവിടെയും അധർമ്മം പെരുകുമ്പോൾ ആദ്യം തന്നെ സംഘടിച്ചിട്ടൊന്നും അതിനെതിരായിട്ട് പോരാടില്ല. സംഘടിക്കുന്നതെല്ലാം പിന്നീടാണ്. ആദ്യം ഇപ്പം എൻ്റെ നേരെ ഒരു അധർമ്മം വരുമ്പോൾ എനിക്ക് പറ്റുന്ന തരത്തിൽ ഞാൻ പ്രതികരിക്കും. ചിലപ്പോൾ ഞാൻ സഹിച്ചിട്ട് കണ്ടില്ല കേട്ടില്ല എന്നും പറഞ്ഞ് നടക്കും. വേറെ നല്ല കൈമെടുക്കും കൈക്കുള്ളവൻ ഒരു കൈമേലൊരു കത്തി ഉണ്ടെങ്കിൽ ഒരാൾ അധർമ്മി വന്ന് നമ്മളെ നേരെ പ്രതികരിക്കുമ്പോൾ ചിലപ്പോൾ അവനെ കുത്തിക്കൊന്നു വരും. അതുകൊണ്ട് ആ അധർമ്മം ഇല്ലാതാവുമെന്ന് ചോദിച്ചാൽ ഈ വരുന്ന കക്ഷി വെറും ഒരു ഡൂപ്ലിയാണ്. കുഴപ്പം കിടക്കുന്നത് ഏതിനാണ്? ഭരണത്തിൻ്റെ തലപ്പത്താണ്.
ആ തലപ്പത്തിൻ്റെ പ്രതിനിധിയായിട്ട് ഒരുത്തനം വന്നു കഴിഞ്ഞാൽ അവനെ കുത്തിക്കൊന്നിട്ട് ഒരു കാര്യമില്ല, പിറ്റേത്തെ ദിവസം വന്നിട്ട് ഇവൻ്റെ കാറ്റ് കഴിക്കും. എന്നാലും മനുഷ്യൻ ചിലവരുക്കേരി പ്രതികരിക്കും. ഇപ്പം എവിടെ ഭരണം ദുഷിക്കുന്നോ അവിടെ ചില ദേശങ്ങളിൽ പ്രതികരണം കാണാൻ പറ്റും. ചിലവരിലൂടെ എല്ലാവർക്കും ധൈര്യമൊന്നും ഉണ്ടാവില്ല, പക്ഷേ ചിലവർ ചില സ്ഥലത്ത് പ്രതികരിക്കും. ആ പ്രതികരിക്കുന്ന ശക്തിയാണ് ബലരാമൻ. അപ്പോൾ ആദ്യം ഒരു നാട് ദുഷിക്കുമ്പോൾ ആദ്യം പ്രകടമാകുന്നത് പ്രതിഷേധിക്കുന്ന ചില വ്യക്തികളാണ്. അവരിലൂടെയാണ് ബലരാമൻ ആക്ട് ചെയ്യുന്നത്. ഇനി അദ്ദേഹം ഇറങ്ങി വന്നിട്ടുണ്ട്, മുന്നിൽ തന്നെ ഇറങ്ങി വന്നിരിക്കുകയാണ്. ഇത് ശ്രീസുഖൻ പറയുന്നു, ലോകത്തെ മോഹിപ്പിക്കുന്ന വിഷ്ണുമായ ഭഗവാനാൽ നിയോഗിക്കപ്പെട്ട് അംശരൂപത്തിൽ അവതരിക്കും. എൻ്റെ 26 ശ്രീസുഖൻ പറയുകയാണ്, ബ്രഹ്മാവ് ദേവഗണങ്ങളോട് ഇപ്രകാരം ആജ്ഞാപിച്ചിട്ട്, അപ്പം നിങ്ങളെല്ലാം അവരവരുടെ അംശമായിട്ട് ഭൂമിയിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്നോളൂ, യാദവരുടെ വംശത്തിലേക്ക്. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടേതായ സപ്പോർട്ടും കൊടുക്കണം. ആർക്ക്? ഈ ശ്രീഹരിയായിട്ടും വന്നോളും, അവിടെ കൃഷ്ണനായിട്ടും വന്നോളും. മുമ്പിൽ അങ്ങേരുടെ എനർജി എന്ന് പറയുന്ന ആ സർപ്പം ഉണ്ടല്ലോ, ആ 1000 തലയുള്ള സർപ്പം, അതും മുന്നേ തന്നെ കയറി വന്നിരിക്കും. അതുകൊണ്ട് നിങ്ങളെല്ലാം നിങ്ങളെ പണി പോയി ചെയ്യുന്നും പറഞ്ഞുകൊണ്ട് ഇപ്രകാരം ആജ്ഞാപിച്ച് നല്ല വാക്കുകളാൽ ഭൂമിദേവിയെ സാന്ത്വനം, ഭൂമിയോട് പറഞ്ഞ് നീ പേടിക്കൊന്നും വേണ്ട, നമ്മൾ നോക്കിക്കൊള്ളാം പറഞ്ഞുകൊണ്ട് ഭൂമിദേവിയെയും സമാധാനിപ്പിച്ചിട്ട് തൻ്റെ സ്ഥാനത്തേക്ക് ബ്രഹ്മാവ് പോയി. ബ്രഹ്മാവ് അടപ്പത് പിന്നെ ഇതേമാതിരി സൃഷ്ടിക്കലാണ്. ഇവരെ എല്ലാം സൃഷ്ടിക്കേണ്ട ജോലി ആർക്ക് തന്നെയാണ്? ബ്രഹ്മാവിന് തന്നെയാണ്. ഇനി 27. പണ്ട് യാദവ രാജാവായ ശൂരസേനൻ മധുരാപുരിയിൽ വസിച്ച് മധുരയോടും ശൂരസൈന്യത്തോടും കൂടി അടുത്തുള്ള രാജ്യങ്ങളെ ഭരിച്ചനുഭവിച്ചു. അപ്പോൾ ആ കാലഘട്ടത്തിലെ ശൂരസേനനായിരുന്നു മധുരയെ ആ ദേശങ്ങളെല്ലാം സ്ഥാപിച്ചുകൊണ്ട് ഭരിച്ചിരുന്നത്. അക്കാരണത്താൽ 28 മധുരാപുരി യദുവംശ രാജാക്കന്മാരുടെ രാജധാനിയായി തീർന്നു. അവിടെ ശ്രീഹരി എന്നും സന്നിധാനം ചെയ്യുന്നു. അവിടെയാണ് ശ്രീഹരിയുടെ സ്വാധീനം എപ്പോഴും അവിടെ ഉണ്ട്. ഒരിക്കൽ 29 ആ മധുരാപുരിയിൽ ശൂരൻ എന്ന യാദവശ്രേഷ്ഠന്റെ പുത്രനായ വസുദേവൻ ഒരു ദിവസം ഒരു സംഭവമായിട്ട് പറയുകയാണ്. വസുദേവൻ ആരെ വിവാഹം കഴിച്ചു? ദേവകിയെ വിവാഹം കഴിച്ചിട്ട്, അതെല്ലാം മുമ്പ് സൂചിപ്പിച്ച കാര്യമാണ് കഴിഞ്ഞതിൽ. എന്നിട്ട് എന്ത് ചെയ്യുന്നു? സ്വന്തം ഗൃഹത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തേരിൽ കയറി, രണ്ടുപേരും കൂടിയിട്ട് തേരിൽ കയറി. അപ്പോൾ 30 ഉഗ്രസേനന്റെ മകനായ കംസൻ, ഇപ്പം കഥ തുടങ്ങുകയാണ്. കംസൻ സഹോദരിക്ക് പ്രിയം ചെയ്യുവാനായി, സഹോദരിയോടുള്ള ആ സ്നേഹം മൂത്തിട്ട് പൊന്നണിഞ്ഞ അസംഖ്യം തേരുകളാൽ പരിവൃതനായി കുറേ തേരുകളുടെ അകമ്പടിയോടുകൂടി ദമ്പതികൾ കയറിയിരിക്കുന്ന തേരിൽ കയറിയിട്ട് കുതിരകളുടെ കടിഞ്ഞാൻ പിടിച്ചു. അതായത് എൻ്റെ സഹോദരിയും ഭർത്താവിനെയെല്ലാം ഞാൻ തന്നെ അങ്ങ് കൊണ്ടുപോയിക്കോട്ടെ. അദ്ദേഹം തന്നെ സഹോദരിയോടുള്ള സ്നേഹം മൂത്തിട്ട് ചെയ്തതാണ്. ഞാൻ തന്നെ തേര് കളിച്ചിട്ടങ്ങ് വീട്ടിലെത്തിക്കാം. യാത്രയിൽ 31 യാത്രയിൽ പുത്രിയിൽ വാത്സല്യം കർന്ന ദേവകൻ തൻ്റെ പുത്രിക്ക്
പൊൻചങ്ങലയിട്ട 400 ആനകളെയും 10,000 കുതിരകളെയും 1,800 തേരുകളെയും നന്നായി അലങ്കരിച്ച സ്വർണങ്ങളെല്ലാം വെച്ച് അലങ്കരിച്ച 200 തോഴിമാരെയും സ്ത്രീധനമായി കൊടുത്തു എന്ന് പറയാണ്. ഇതെല്ലാം കഥയിൽ വെച്ച് കാക്കുന്നതാണ്. കഥയിൽ പിന്നെ സ്ത്രീധനം എന്നും പറഞ്ഞിട്ട് ശരിയാവില്ലല്ലോ. അതുകൊണ്ട് ഇന്നെല്ലാം കൊടുത്തിട്ട് അത്രയും സുഭിക്ഷമായിട്ടാണ് അവരെ പറഞ്ഞയക്കുന്നത്. എന്നിട്ട് 33-ലെ യാത്രക്കിടെ നവദമ്പതികൾക്ക് മംഗളമേകുന്ന തരത്തിൽ ശംഖ്, മൃദംഗം, പെരുമ്പറ എന്നീ വാദ്യങ്ങളെല്ലോടും കൂടിയാണ് പോകുന്നത്. പണ്ടും അങ്ങനെയായിരുന്നു. പണ്ട് കല്യാണമെല്ലാം നടക്കുമ്പോൾ പയ്യെ ചെണ്ടിയും കൊട്ടിക്കൊണ്ട് റോട്ടുമലോട്ട ജാഥ മാതിരിയാണ് പോവുക പെണ്ണിൻ്റെ വീട്ടിലേക്ക്. ഇത് കല്യാണമെല്ലാം കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടിയിട്ട് ജാഥയായിട്ടാണ് ചെണ്ടയെല്ലായിട്ടാണ് വരിക. ഇങ്ങനെ നടന്നിട്ട് വീട് വരെ പണ്ടത്തെ കാലത്ത്. ഇപ്പം ആ ചെണ്ടയെല്ലാം എടുത്ത് കളഞ്ഞിട്ട് അവിടെ ഒരു സ്പീക്കർ ഇടിയായി, എന്താണ് CD ഇട്ടിട്ട്, അതും മണ്ഡപത്തിൽ താലി കെട്ടുന്ന സമയം മാത്രമല്ല. പണ്ടങ്ങനെയൊന്നുമല്ല. ചെണ്ടയെല്ലാം മുട്ടിക്കൊണ്ട് ഘോഷയാത്ര വരും. ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാരുടെ ഘോഷയാത്രയെല്ലാം ഉള്ളത് അതുപോലെയാണ് പോവുക. എന്നിട്ട് തിരിച്ചു വരിക. അതുപോലെയുള്ള ഇതായിട്ട് ഇതിനെ കണ്ടാൽ മതി. ചിലപ്പോൾ ഇത് കണ്ടിട്ടായിരിക്കും അന്നങ്ങനെ നമ്മളും നടപ്പാക്കിയത്. ഇനി 34 വഴിയിൽ വെച്ചിട്ട് ഒരു അശരീരി വചനം കംസനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു. ഒരു അശരീരി പോകുന്ന വഴിക്ക് ഒരു അശരീരി കേൾക്കുകയാണ്. എന്താണ്? മൂഢ, നീ ഏതൊരുവളെയാണോ തേരിൽ കയറ്റി കൊണ്ടുപോകുന്നത് അവളുടെ 8ാമത്തെ പുത്രൻ നിന്നെ കൊല്ലുന്നതാണ്. അവളുടെ 8ാമത്തെ പുത്രൻ നിന്നെ കൊല്ലും. ഒരു അശരീരി കേട്ടതാണ്. എന്തിനീ 8ആക്കിന് ഒരു 7ാമത്തെ പുത്രനോ 5ാമത്തെ പുത്രനെന്നോ പറയാണ്, അല്ലേ? ഒരു 10 എന്ന് പറയുന്നതായിരുന്നല്ലേ സുഖം. എന്തിനീ 8 എന്ന് പറഞ്ഞു? വേദങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ അതിൻ്റെ പിന്നിലൊരു കാര്യം കാണുമല്ലോ. എന്താണ് ഈ 8ൻ്റെ അർത്ഥം? നമ്മൾ കൊളോണിയലിസത്തിന് ശേഷം, അതായത് വിദേശാധിപത്യം കഴിഞ്ഞതിന് ശേഷമുള്ള കഥയാണ് തുടങ്ങാൻ പോകുന്നത്. അപ്പം അതിനു മുമ്പിൽ 2 ഘട്ടം കടന്നിട്ടുണ്ട്. പ്രാകൃത ഗോത്ര കാലഘട്ടവും രണ്ടാമതാണ് കൊളോണിയലിസം. 2 കാലഘട്ടം കഴിഞ്ഞിട്ടുണ്ട്. ഈ 2 കാലഘട്ടത്തിലും വേദങ്ങളിൽ വരുമ്പോൾ അത് കൃതയുഗവും ത്രേതായുഗവുമാണ്. അത് കഴിഞ്ഞിട്ടാണ് ദ്വാപരയുഗത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നത്. അപ്പം ഇത്രയും കാലഘട്ടത്തിൽ രാജഭരണമായിരുന്നു. അപ്പം ആ രാജഭരണത്തെയാണ് 7 ഘട്ടമായിട്ട് ഇവിടെ ചിത്രീകരിക്കുന്നത്. അത് 8ാമത്തെ കാലഘട്ടമാണ്. അപ്പോൾ അതുവരെ രാജഭരണമായിരുന്നു 7 കാലഘട്ടത്തോളം. ഒരു പ്രത്യേക പീരീഡ് വെച്ച് 7. കൃതയുഗം, ത്രേതായുഗത്തിൽ 7. എന്നിട്ട് 8ാമത്തെ എന്നാണ് അടുത്ത ചരിത്രം തുടങ്ങുന്നത്. കൊളോണിയലിസം കഴിഞ്ഞിട്ടുള്ള ചരിത്രം. അതാണ് 8ാമത്തെ പുത്രൻ കൃഷ്ണനിൽ നിന്നും ത്രേതായുഗം കഴിഞ്ഞ് ദ്വാപരയുഗത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. ഇതേപോലെ വേറൊരു കഥ, ലോകം 2ആയി തിരിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ലോകം 2ആയി തിരിഞ്ഞിട്ടുണ്ട് കൊളോണിയലിസത്തിന് ശേഷം. നമ്മളൊന്നത് കണ്ടതാണ് കോൾഡ് വാർ. വാർഷ രാഷ്ട്രവും നാറ്റോ രാഷ്ട്രവും. അപ്പോൾ രണ്ടിലും 2 തരത്തിലാണ് ചരിത്രം പോകുന്നത് എന്നും നമുക്കറിയാം. അപ്പോൾ ഇപ്പുറത്തേൽ 7 കഴിഞ്ഞിട്ട് 8 കൃഷ്ണനിലൂടെ കഥ വരികയാണെങ്കിൽ, മറുവശത്ത് എങ്ങനെയാണ് വന്നിരിക്കുന്നത് കഥ പറഞ്ഞത്? നമ്മൾ കണ്ടു കഴിഞ്ഞു പാണ്ഡവരെല്ലാം ജനിച്ച കാര്യം.
ഇന്ന് നമുക്ക് പിന്നോട്ടേക്ക് തന്നെ പോകാം. ശന്തനു മഹാരാജാവ്, അവിടെയും മഹാരാജാവ് രാജഭരണം തന്നെയായിരുന്നു. ഇപ്പുറത്തും രാജഭരണം, കൊളോണിയലിസം വരെ ഗോത്ര കാലഘട്ടം, കൊളോണിയലിസത്തിൽ ഇപ്പുറത്തെ വിഭാഗത്തിലും രാജഭരണം തന്നെയായിരുന്നു. അതെങ്ങനെ ചിത്രീകരിച്ചു? ആ കഴിഞ്ഞ കൊളോണിയലിസത്തിന് മുമ്പിലുള്ളത് ശന്തനു മഹാരാജാവ് ഇങ്ങനെ വേട്ടയാടി വേട്ടയാടി പെണ്ണും കെട്ടി നടക്കുന്നു എന്ന് പറഞ്ഞു വെച്ച് പോയിട്ട് അവസാനം ഗംഗാനദിയുടെ തീരത്തിലെത്തി. ഗംഗാനദിയുടെ തീരത്ത് വന്ന് ഗംഗയെ കണ്ടപ്പോൾ പ്രേമം തോന്നി. കഥ പോകുന്ന അന്നാണ്, അങ്ങനെയാണ്. ശന്തനുവിന് ഗംഗാനദിയെ, ഗംഗാദേവിയെ പ്രേമം തോന്നി. നദിയാണത്. കഥയിൽ വരുമ്പം സുന്ദരിയായ ഗംഗാദേവി എന്ന് പറഞ്ഞു വെച്ചെന്നേ ഉള്ളൂ. രാജഭരണം ഗംഗാതീരത്തെത്തിയപ്പോൾ ഗംഗാദേവിയോട് കല്യാണം കഴിക്കണമെന്ന് കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഗംഗാദേവി പറഞ്ഞു, എനിക്ക് സമ്മതമല്ലെന്ന് തന്നെ, ഒരു പ്രശ്നമില്ല, പക്ഷെ ഒരു കണ്ടീഷനുണ്ട്, ഞാൻ എന്ത് ചെയ്താലും തിരിച്ചൊരു വാക്ക് ചോദിക്കരുത്. തിരിച്ചു വാക്ക് ചോദിച്ചാൽ അപ്പോൾ ഞാൻ ഇട്ടെറിഞ്ഞിട്ട് പോകും. തിരിച്ചൊന്നും ചോദിക്കരുത്, ഞാൻ എന്ത് കാട്ടിക്കൂട്ടിയാലും മിണ്ടരുത്, സഹിച്ചു കൊള്ളണം. തിരിച്ചു ചോദിച്ചാൽ ഞാൻ ഇട്ടെറിഞ്ഞ് പോകും. ഓ ശരി, സമ്മതം എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യം ഒരു കുട്ടിയുണ്ടായി. കുട്ടിയുണ്ടായപ്പോൾ അവൾ ആ കുട്ടീനെ പിടിച്ച് കാലിൽ പിടിച്ചു കൊണ്ടുപോയിട്ട് ഗംഗയിലേക്ക് ഒരൊറ്റ എറിയും. എന്നിട്ട് പൊട്ടിച്ചിരിച്ചു. ഇവന് മിണ്ടാൻ പറ്റിയില്ല, ചോദിച്ചു പോയി ഇവൾ ഇട്ടെറിഞ്ഞ് പോയി കളയും. അങ്ങനെ 7 പുത്രിമാരെ കൊന്നു. ഏഴാമത്തെ 7 കുട്ടികളെ കൊന്നു. ഓരോരിക്കും എഴുമ്പോൾ പൊട്ടിച്ചിരിക്കും. അങ്ങനെ 8ാമത്തേന് എറിയാൻ പോകുമ്പോൾ ശന്തനുവിന് സഹിച്ചില്ല. നീ എന്താ ഈ കാട്ടിക്കുന്നത്? അങ്ങനെ തിരിച്ചു ചോദിച്ചാൽ എന്നാൽ ഞാനിതാ പോകുന്നു എന്ന് പറഞ്ഞ് പോയി. പിന്നെയാണ് ഭീഷ്മരെ കൊണ്ട് കൊടുത്തത്. ആ ഭീഷ്മരിൽ നിന്നാണ് ഇപ്പുറത്ത് കട തുടങ്ങുന്നത്. അപ്പുറം എത്ര എണ്ണം ചത്തിട്ടുണ്ട്? 7 എണ്ണം. ഇപ്പോഴും കംസൻ എത്ര വന്നിട്ടുണ്ട്? 7 എണ്ണം. അപ്പോൾ എവിടെയാ തീർക്കുന്നു? കൊളോണിയലിസം കഴിഞ്ഞിട്ട് അടുത്ത വ്യവസ്ഥിതിയിലേക്ക് കടക്കാൻ പോവുകയാണ്. 2 ദേശങ്ങളും 2 വഴിക്ക് പോകാൻ പോവുകയാണ്. അപ്പം എന്താണ് ഈ വെള്ളത്തിലെറിഞ്ഞിട്ട് ഗംഗ ഇങ്ങനെ തിരിച്ചു പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗോത്ര കാലഘട്ടം മുതൽ കൊളോണിയലിസം കഴിയുന്നത് വരെ 7 തരം സംസ്കൃതികൾ മൺമറഞ്ഞ് ഗംഗയിലുണ്ടായിട്ട് മൺമറഞ്ഞു പോയിട്ടുണ്ട്. ഗംഗാ തീരത്ത്, നദികളുടെ തീരത്താണ് സംസ്കാരങ്ങൾ ഉടലെടുക്കുന്നതും അസ്തമിക്കുന്നതും. നദീതടങ്ങളിൽ പല സംസ്കാരങ്ങളുണ്ടാവും. ചിലപ്പോൾ രോഗം വന്നിട്ട് നശിച്ചെന്ന് പോയെന്ന് വരെ, കൊറോണ മാതിരിയുള്ള വന്നിട്ട് മുഴുവൻ നശിച്ചെന്ന് വരും. ചില വേറെ രാജാക്കന്മാർ വന്ന് കൊന്നിട്ട് വേറൊരു സംസ്കാരം ഉടലെടുത്തെന്ന് വരും. ഇതെല്ലാം ഗംഗാ നദിയുടെ തീരത്താണ് സംഭവിക്കുന്നത്. ഗംഗാനദി അപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഒഴുകിക്കൊണ്ടിരിക്കുക. കുത്തൊഴുക്കിൽ പോകുന്നതിനെയാണ് ചിരിയായിട്ട് ഇതായിട്ട് വേദവ്യാസ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ഗംഗ ഇങ്ങനെ ആർത്തുല്ലസിച്ച് പോയിക്കൊണ്ടിരിക്കും സംസ്കാരങ്ങളുടെ. ഇതിനെയാണ് ഈ തരത്തിൽ കെട്ടിപ്പിടിച്ച് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അല്ലാതെ അവിടെ ഒരു കുട്ടീനെയും കൊന്നിട്ടില്ല. സംസ്കാരങ്ങൾ ഇപ്പോൾ 7 സംസ്കാരങ്ങളായിട്ട് തിരിച്ചു. ഇവിടെയും 7 സംസ്കാരം, 7 കുട്ടികളെ കൊന്നതായിട്ട് പറഞ്ഞു, അവിടെ 7 പറഞ്ഞു. അപ്പോൾ എവിടെ എത്തിയിരിക്കുകയാണ്? കൊളോണിയലിസം കഴിഞ്ഞിട്ട് ലോകം 2ആയി തിരിഞ്ഞു. ഇപ്പുറത്തെ കഥ ഭീഷ്മരിലൂടെ പറഞ്ഞു കൊണ്ടുപോകും, ഇപ്പുറത്തത് കൃഷ്ണനിലൂടെയും പറഞ്ഞു കൊണ്ടുപോകും. ഇപ്പുറത്തെ ഏതാണെന്ന് അവരവർ തീരുമാനിച്ചോളുക. അത് നാറ്റോ പക്ഷം ഏത് വേണം, വാർസാ പക്ഷം വേണം, ഏത് വേണമെന്ന് അവരവർ തീരുമാനിച്ചോളുക. അത് അവരവരുടെ ഫ്രീഡം. പക്ഷേ ഞാൻ യാദവകുലം
വാർസാ രാഷ്ട്രത്തിൻ്റെ ഭാഗത്തിലാണ് കാണുന്നത്. അത് ഇനി പറയാൻ പോകുന്ന സംഭവ വികാസങ്ങളിലൂടെ അവരവർ ഏത് പക്ഷത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നുള്ളത് അവരവരുടെ ബുദ്ധി ഉപയോഗിച്ച് അനലൈസ് ചെയ്തെടുത്തുകൊണ്ട് സംഭവങ്ങളെ വിലയിരുത്തിക്കൊണ്ട്. ഇനി ദുഷ്ടനും പാപിയുമായ കംസൻ 35 ഇത് കേട്ടപ്പോൾ സഹോദരിയെ വധിക്കുവാൻ വാളും എടുത്തുകൊണ്ട് അവിടെ മുടിയിൽ കയറി പിടിച്ചു. 8ാമത്തെ, അപ്പുറം ഭീഷ്മരായിരുന്ന 8ാമത്തെ പുത്രൻ ഇവിടെ 8ാമത്തതിലേക്ക് വരികയാണ്. 7 കൊന്നിട്ടെന്നല്ല കൃഷ്ണൻ പിന്നെ വരുള്ളൂ. 36 മഹാഭാഗ്യശാലിയായ വസുദേവൻ നിന്ദിതമായ കർമ്മത്തിൽ ഏർപ്പെട്ട അവനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പം വസുദേവൻ, മഹാഭാഗ്യശാലിയായ വസുദേവൻ എന്ത് ചെയ്തു? അദ്ദേഹത്തെ ശാന്തനപ്പെടുത്താൻ വേണ്ടിയിട്ട് ചില വാക്കുകൾ ആദ്യം പറയുകയാണ്. ആദ്യം പോത്തോട് വേദമോതുക എന്ന് പറയുന്ന മാതിരി വേദമോതുകയാണ് വസുദേവൻ. അങ്ങ് ശൂരന്മാരാൽ വാഴ്ത്തപ്പെട്ടവനാണ്, അങ്ങ് ഭയങ്കര ശൂരനാണ്. അങ്ങ് ഭോഗവംശത്തിന് അതിലൂടെ കീർത്തി ജനിപ്പിച്ചവനാണ്. അങ്ങയുടെ വംശത്തിന് ഭയങ്കര കീർത്തി ഉണ്ടാക്കിയവനാണ് അങ്ങ്. അങ്ങനെയുള്ള താങ്കൾ ഒരു സ്ത്രീയായ സഹോദരിയെ, സ്വന്തം സഹോദരിയാണ്, ഒരു സ്ത്രീയാണ്, പിന്നെയോ അവളുടെ വിവാഹ ദിവസം തന്നെ, ആ വിവാഹ ആഘോഷം നടക്കുന്ന ദിവസത്തിൽ തന്നെ വെട്ടിക്കൊല്ലുന്നത് ശരിയാണോ? ഒന്നാമത്തെ ചോദ്യം. പിന്നെ 38 അല്ലയോ വീര, ജനിച്ചവർക്ക് മരണം ശരീരത്തോടൊപ്പം ഉണ്ടാവും. ജനിച്ചാൽ മരിച്ചേ പറ്റൂ. ചിലപ്പോൾ ഇപ്പം മരിക്കും, അല്ലെങ്കിൽ 100 വർഷം കഴിഞ്ഞോ മരണം സുനിശ്ചിതമാണ്. ഇത് പോത്തോട് വേദേവതുന്നു എന്ന് പറയുന്ന മാതിരിയുള്ള പരിപാടിയാണ്. ഇനി 39 ശരീരം മരിക്കുമ്പോൾ സ്വകർമ്മത്തിനും അധീനനും അസ്വാതന്ത്രനുമായ ജീവൻ. ശരീരം മരിക്കുമ്പോൾ കർമ്മത്തിന് അധീനമാണ് ജീവൻ. ജീവന്റെ കർമ്മം ചെയ്യാനാണ് ജീവൻ ഓരോ ശരീരം സ്വീകരിക്കുന്നത്. നമ്മൾ ജനിക്കുന്നത് ഒരു കർമ്മം ചെയ്യാനാണ്. അപ്പം ജീവൻ കർമ്മവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. കർമ്മം ചെയ്യേണ്ടിക്ക് അവയവം വേണം, അതുകൊണ്ട് ഒരു അവയവം സ്വീകരിക്കുന്നു. മരിക്കുമ്പോൾ ആ കർമ്മവുമായിട്ട് അത് ബന്ധപ്പെട്ട് തന്നെയാണ് കിടക്കുന്നത്. അതിന് വേറെ സ്വാതന്ത്ര്യമൊന്നുമില്ല. ജീവൻ മറ്റൊരു ശരീരത്തെ പിടികൂടി പഴയ ശരീരത്തെ ഉപേക്ഷിക്കും. അപ്പം ഈ ആത്മാവിന് അല്ലെങ്കിൽ ജീവന് കർമ്മവുമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഒരു കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ശരീരം സ്വീകരിക്കും. കർമ്മം തീരുമ്പോൾ മരണം സംഭവിക്കും. അപ്പോൾ ആ ആത്മാവ്, ആ ജീവൻ എന്ത് ചെയ്യും? വേറൊരു ശരീരം കയറി പിടിക്കും. കാരണം അതിന് എന്നും കർമ്മം, വേറെ കർമ്മവും ചെയ്യാനുണ്ട്, സഞ്ചിത കർമ്മം. അപ്പം പഴയ ശരീരത്തെ ഒഴിവാക്കി. ഇങ്ങനെ കണ്ടാൽ മതി. ഈ നിസ്സാരമായിട്ട് മരിക്കുന്നതിനെ പറ്റി നേരിട്ട് പറയാൻ പറ്റൂലല്ലോ. മരിച്ചെങ്കങ്ങ് പോട്ട് എന്തിനാ ഇതെല്ലാം ഇത്രയേ ഉള്ളൂ എന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് വളച്ചു കെട്ടി പറയാണ്, ചിന്തിച്ചിട്ടെങ്കും. ഇപ്രകാരം നടന്നു പോയിക്കൊണ്ടിരിക്കുന്നവൻ ഒരു കാൽ ഭൂമി, 40 പറയുകയാണ്, ഒരു കാൽ ഭൂമിയിൽ ഊന്നിയിട്ട് മറ്റേ കാൽ കൊണ്ട് മാത്രം നടക്കാൻ പറ്റുമോ? ഒരു കാല് ഇങ്ങനെ നമ്മൾ നടക്കുമ്പോൾ ഒരു കാല് ഭൂമിയിൽ ഊന്നിയിട്ട് അത് അവിടെ നടക്കാതെ മറ്റേ കാല് കൊണ്ട് നടക്കാൻ പറ്റുമോ? നടക്കാൻ പറ്റില്ല. പിന്നെ എങ്ങനെ പോകണം? ഈ പുല്ലിലുള്ള ഒരു ജീവി ഉണ്ടല്ലോ, ഒരു പുഴു, അതെന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു കാൽ ഒന്ന് ഉറപ്പിക്കും, എന്നിട്ട് ഇതിനെ എടുത്തിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകും. പിന്നെ ഈ കാലടക്കിയിട്ട് ഇതവിടെ ഫിക്സ് ചെയ്യും. ഇങ്ങനെയാണ് അത് മുന്നോട്ടേക്ക് പോകും, ഒരു പുല്ലിന്ന് മറ്റൊരു പുല്ലിലേക്ക്. അതുപോലെ എന്ത് വേണം? ജീവൻ കർമ്മഗതിയെ പ്രാപിക്കുന്നു.
ഒരു ശരീരം വിട്ട് മറ്റടുത്ത് ഒന്നിനെ വിട്ടുപിടിച്ചേ പറ്റൂ. അല്ലാതെ കാൽ അവിടെ തന്നെ നിർത്തിയിട്ട് ഞാൻ ഈ കാലം എടുത്ത് നടക്കില്ല, മറ്റേ കാലം കൊണ്ട് ഞാൻ ദൂരെ പോകുമെന്ന് പറഞ്ഞാൽ നടക്കൊന്നുമില്ല. നീ കണ്ടിക്ക് ഒരു കാലടക്കിയിട്ട് മറ്റെടുത്ത് കൊണ്ട് സ്ഥാപിച്ചേ പറ്റൂ. അതുപോലെ ജീവനും ഒരു ശരീരം വിട്ട് വേറൊരു ശരീരത്തിൽ പോയിട്ടേ മുന്നോട്ടേക്ക് പോകാൻ പറ്റുകയുള്ളൂ. എന്നിട്ട് 41 പറയാം, കാണുന്നതിനും കേൾക്കുന്നതിനും അനുസരിച്ച് മനസ്സ് അത് തന്നെ ചിന്തിച്ച്. നമ്മളെന്തെങ്കിലും കാണുകയോ കേൾക്കുകയോ ചെയ്താൽ ഇങ്ങനെ എന്തോ കേട്ടിട്ടുണ്ടല്ലോ, പിന്നെ മനസ്സെന്ത് ചെയ്യും? അതിൽ തന്നെ ആയിരിക്കും ഇരുന്ന് ചിന്തിക്കും. അവൻ പറഞ്ഞു 8ാമത്തെ പുത്രൻ എന്നെ കൊല്ലും. അപ്പം അതിൽ തന്നെ മനസ്സ് ചിന്തിച്ച് പിന്നെ അയാൾ എന്തായിത്തീരും? അത് തന്നെയായിത്തീരും. എൻ്റെ ദേഹത്തെ സ്വപ്നത്തിലെ പോലെ അതാക്കിത്തീരും. പിന്നെ ശരീരവും മനസ്സും എല്ലാം ആ ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കും. എന്നിട്ട് താൻ തന്നെയാണെന്ന് ചിന്തിക്കുകയും പൂർവാവസ്ഥയെ മറക്കുകയും ചെയ്യും. അതായത് പണ്ടത്തെ അവസ്ഥയെ പിന്നെ മറക്കും. പണ്ടത്തെ അവസ്ഥ എന്തായിരുന്നു? എൻ്റെ സഹോദരിയായിരുന്നു നല്ലത്, അവളെ ഞാൻ തന്നെ തേരിൽ വലിച്ച് കിട്ടിയിട്ട് വീട്ടിൽ കൊണ്ടുവരണമെന്നെല്ലാം പറഞ്ഞിട്ട് ഇറങ്ങിയ വ്യക്തിയാണ്. ഇപ്പോൾ എന്തോന്ന് കേട്ടപ്പോൾ പിന്നെ അത് തന്നെ മനസ്സുറച്ച് ശരീരം തന്നെ അതായിട്ട് മാറിയിട്ട് മറ്റേ കാര്യങ്ങൾ പഴയതുള്ള ബന്ധങ്ങളെല്ലാം അങ്ങ് പോയി. എന്നിട്ടോ 42 വികാരത്തിനടിമപ്പെട്ട് കർമ്മത്താൽ പ്രേരിതമായിട്ട്, അങ്ങനെ നമ്മളെ മനസ്സ് വികാരത്തിനടിമപ്പെട്ട് കർമ്മം, പിന്നെ അതിനനുസരിച്ചുള്ള കർമ്മം ചെയ്യാൻ അതിന് പ്രേരിക്കപ്പെട്ടതായ മനസ്സ് പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ട പല ദേഹാദികളിലേക്ക് കയറിപ്പോകുന്നുണ്ട്, പാഞ്ഞു നടക്കുകയാണ്. അപ്പം നമ്മൾ ഇങ്ങനെ വികാരത്തിനടിമപ്പെട്ട് അതോടുകൂടി കർമ്മവും ഉണ്ടായി അതിൻ്റെ പിന്നാലെ മനസ്സ് അതിൽ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് സാധാരണ ഒരു ജീവി എന്താണ് ചെയ്യുന്നത്? ഒരു കർമ്മം തീരുമ്പോൾ അടുത്ത ശരീരത്തിൽ കയറിയിട്ട് അങ്ങനെ കർമ്മബന്ധിതമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജീവൻ കർമ്മവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് എങ്ങനെ കാണണം? ആകാശത്തിലെ ഒരു ഗോളം ഏതുവിധം ജലത്തിൽ കാണപ്പെടുന്നുവോ, താഴെയുള്ള ജലത്തിൽ ഒരു ഗോളം കാണുമ്പോൾ ജലം ഇളകുമ്പോൾ ഗോളം ഇങ്ങനെ ആടുന്നതായിട്ട് നമുക്ക് തോന്നും. വികാരത്തിന് അടിമയായിട്ടാണ് നമുക്ക് ആ തോന്നലുണ്ടാകുന്നത്. സത്യം എന്താണ്? ഗോളം അളകുന്നൊന്നും ഇല്ല, അത് മിഥ്യയാണ്. അതുപോലെ ജീവൻ അജ്ഞാനത്താൽ നിർമ്മിതമായ ശരീരത്തിൽ, അതുകൊണ്ട് നമ്മുടെ യഥാർത്ഥത്തിൽ ഞാനെന്നത് ഈ ജീവനാണ്. അത് അജ്ഞാനമാകുന്ന ഈ ശരീരത്തിൽ പ്രതിബിംബം കണക്കെ മോഹിക്കുന്നു. വെറുതെ ചുമ്മാ ശരീരത്തെ മോഹിക്കുകയാണ്. ചുരുക്കി പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, നീ ചത്താലും പേടിക്കൊന്നും വേണ്ട, ഈ ശരീരം വെറുതെ മിഥ്യയാണ്, ഇതൊരു കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. നിന്റെ കർമ്മം തീരുമ്പോൾ ശരീരം അങ്ങ് കളയുക, നീ പോയിട്ട് വേറെ ഏതെങ്കിലും ശരീരം എടുത്തോളുക. എന്തിനാ വെറുതെ ഇതിനെപ്പറ്റിയെല്ലാം തകലപൊളിഞ്ഞ് ആവലോചിക്കുന്നത് ആണ് ഈ പോത്തിനെ വേദോതുന്ന പറഞ്ഞ മാതിരിയുള്ള ഈ ഉപദേശം. ഇപ്രകാരം അവൻ തൻ്റെ നന്മയെ ആഗ്രഹിച്ച് ഒരാൾക്കും ദ്രോഹം പ്രവർത്തിക്കരുത്. ഇപ്രകാരം അവൻ തൻ്റെ നന്മയെ ആഗ്രഹിച്ച് ഒരാൾക്കും ദ്രോഹം പ്രവർത്തിക്കരുത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇതെല്ലാം മിഥ്യയാണ്. ഈ ശരീരത്തിലുള്ള ഭ്രമം വെച്ചിട്ട് ഒന്നും ചെയ്തേക്കരുത്. അതുകൊണ്ട് ആർക്കും ദ്രോഹമൊന്നും ചെയ്യാൻ പാടില്ല. ദ്രോഹം ചെയ്യുന്നവനാകട്ടെ അന്യനിൽ നിന്ന് എപ്പോഴും ഭയമുണ്ടായിക്കൊണ്ടിരിക്കും. അപ്പം മറ്റുള്ളവരെ ദ്രോഹിക്കുന്നവർക്ക് എപ്പോഴും അന്യനിൽ നിന്നും ഭയമുണ്ടാകും. എന്താണ്? നമ്മൾ ആരെങ്കിലും ദ്രോഹിക്കുകയാണെങ്കിൽ നമ്മളെപ്പോഴും ഭയപ്പാടിരിക്കുക. അവൻ്റെ വല്ലവരും നാളെ വന്നിട്ട് നമ്മളെ പ്രതികാരം ചെയ്യുമോ എന്നുള്ളൊരു ഭയപ്പാട് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇവൾ അങ്ങയുടെ അനുജത്തിയായ ഒരു ചെറു പെൺകുട്ടി. ഇവൾ അങ്ങയുടെ ഒരു ചെറിയ അനുജത്തിയാണ്, മൂത്തതുമല്ല, അനുജത്തിയാണ്. ഒരു പാവം പെൺകുട്ടിയാണ്, പാവ പോലെയുള്ള ഒരു പാവം പെൺകുട്ടിയാണ്. എന്നിട്ടോ ദീനാനുകമ്പയുള്ള അങ്ങ്
ഇവളെ കൊല്ലുന്നത് ഉചിതമല്ല. അതുകൊണ്ട് ഈ പാവ കണക്കെയുള്ള ഈ പെൺകുട്ടിയെ കൊല്ലുന്നത് ഉചിതമാകില്ല. ഇത് 46 ശ്രീ ശുഗൻ പറയുകയാണ്, ഈ വിധം സമാധാന വാക്കുകൾ ഉപദേശ രൂപത്തിൽ നൽകിയ ശേഷവും ഭയങ്കരനും മനുഷ്യബുക്കുമായ രാക്ഷസൻ എന്ന നിലയിൽ സോദരിയെ കൊല്ലുന്നതിൽ നിന്നും അദ്ദേഹം പിന്തിരിഞ്ഞില്ല. ഒരു മനുഷ്യബുക്കായ രാക്ഷസന്മാരെ പോലെ അദ്ദേഹം ഒരു രാക്ഷസൻ എന്ന രൂപത്തിൽ അവൻ സോദരിയെ കൊല്ലുന്നതിൽ നിന്നും ഇതൊന്നും കേട്ടിട്ടൊന്നും അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറിയില്ല. 47 വസുദേവൻ ഈ മനോഗതി മനസ്സിലാക്കി അങ്ങയുടെ മനസ്സിൻ്റെ ഗതി മനസ്സിലാക്കിയിട്ട് ആ ആപഘട്ടത്തിൽ മറികടക്കുവാൻ മറ്റൊരു വഴി ചിന്തിച്ചു. എന്നാൽ പിന്നെ ഇനി വേറൊരു വഴി ഉപയോഗിക്കാന്ന് വെച്ചാൽ എന്തായാലും ഈ ആപൽഘട്ടം ഒന്ന് തരണം ചെയ്യണമല്ലോ. ബുദ്ധിയുള്ളവൻ കഴിയുന്നിടത്തോളം മരണത്തെ തടയേണ്ടതാണ്. 48 പറയുകയാണ്, അയാൾ ചിന്തിക്കുകയാണ്, ബുദ്ധിയുള്ളവർ ചെയ്യേണ്ടത് എന്താണ്? എന്തായാലും മരണത്തെ ഒന്ന് തടുക്കണം. ഏത് ആളായാലും മരണത്തെ തടുക്കാൻ ശ്രമിക്കണം. അതുകൊണ്ടാണ് നമ്മൾ മരിക്കുന്ന അറിഞ്ഞാലും വലിച്ചു കെട്ടിയിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോകും, എന്നിട്ട് ട്രിപ്പ് കൊടുക്കും, എല്ലാം കൊടുക്കും. മരിക്കുന്ന ഉറപ്പാണ്. എന്നാലും എന്തെല്ലാം ചെയ്യാൻ വേണ്ടിയോ അതെല്ലാം ചെയ്യും. ലക്ഷങ്ങളാ കോടികളാ ചെലവിടും. ഒരു പ്രശ്നമുണ്ടാകും. ആ സമയത്ത് ചെയ്തു കൂട്ടുന്നതിന് അത് മനുഷ്യൻ്റെ ധർമ്മമാണെന്ന് പറയുകയാണ്. ബുദ്ധിയുള്ളവർ കഴിയുന്നിടത്തോളം മരണത്തെ തടയേണ്ടതാണ്. പക്ഷെ മരണം നടക്കേണ്ടതാണെങ്കിൽ അത് നടന്നിരിക്കും. അതിന് എന്ത് ചെയ്താലും രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല. പക്ഷെ ബുദ്ധിയുള്ളവർ എന്ത് ചെയ്യണം? മരണത്തെ തടയേണ്ടത് അവരുടെ ധർമ്മമാണ്. എന്നിട്ടും സംഭവിക്കുന്നുവെങ്കിൽ അത് മനുഷ്യൻ്റെ കുറ്റമൊന്നുമല്ല. ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം. എന്നിട്ടും മരിക്കുന്നുണ്ടെങ്കിൽ മരിക്കട്ടെ, എല്ലാം എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അത് മനുഷ്യൻ്റെ കുറ്റമല്ല. മനുഷ്യനപ്പം എന്ത് വേണം? മരണം മുന്നിൽ കാണുമ്പോൾ രക്ഷപ്പെടുത്താനുള്ള വഴികൾ ആലോചിക്കണം. അതാണ് അദ്ദേഹം ചിന്തിച്ചത്. എനിക്ക് മക്കളുണ്ടാകും. 49 എനിക്ക് മക്കളുണ്ടാകുമെങ്കിൽ അഥവാ കംസനാവുന്ന കാലൻ മരണപ്പെട്ടു പോകുന്നില്ലെങ്കിൽ എനിക്ക് മക്കളുണ്ടാകും. കംസൻ എന്ന കാലൻ മരണപ്പെട്ടു പോകുന്നില്ലെങ്കിൽ ആ കംസന് തൻ്റെ മക്കളെ കൊടുത്തിട്ട് അവളെ രക്ഷിക്കാം. മക്കളുണ്ടാകുകയാണെങ്കിൽ കംസന് മരണം ഇല്ല എന്നാണെങ്കിൽ എന്ത് ചെയ്യുക? ഈ മക്കളെ അങ്ങേക്കോടത്തേക്ക് അങ്ങേര് കൊണ്ട് കൊല്ലട്ടു, എന്നാൽ ഇവളെ രക്ഷിക്കാതെ. ഇവളെ രക്ഷിക്കുകയാണല്ലോ പ്രധാനം. അല്ലെങ്കിൽ എൻ്റെ മകൻ അവൻ്റെ കാലനായി കൂടായില്ലല്ലോ. ഇനി അഥവാ അങ്ങനെ പറഞ്ഞാലും ഒന്നിക്ക് കംസൻ പിന്നെ ജീവിക്കുമായിരിക്കും ഇവരെല്ലാം കൊന്നിട്ട്. അല്ല, ഇനി അശരീരി ശരിയാണെങ്കിൽ ചിലപ്പോൾ ആ മകൻ ചിലപ്പോൾ എന്ത് ചെയ്തെന്നും വരും, ഇങ്ങനെ കൊന്നെന്നും വരും. കാരണം ദൈവത്തിൻ്റെ ഗതി ആർക്കാണ് അറിയുക? ദൈവം നിശ്ചയിച്ച പോലെ കാര്യം നടക്കുള്ളൂ. ഇപ്പം ഞാൻ മക്കളെ ജനിക്കുന്നതിനെല്ലാം അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ കംസൻ എല്ലാവരെയും കൊന്നിട്ട് കംസൻ പിന്നെ മരിക്കാതെ നിൽക്കാം. അല്ലെങ്കിൽ ഈ ഏതെങ്കിലും ഒരു കുട്ടി എന്ത് ചെയ്യുക? കംസനെ തട്ടിക്കളഞ്ഞെന്നും വരാം. കാരണം ദൈവത്തിൻ്റെ ഗതി ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? ആർക്കാണ് അറിയുക? ദൈവം തീരുമാനിച്ചതേ നടക്കുകയുള്ളൂ. ഏതായാലും മൃത്യു തൽക്കാലം മാറിപ്പോകട്ടെ. തൽക്കാലം മരിക്കുന്നത്, അവളെ കൊല്ലുന്നത് ഒഴിവാക്കാം. പക്ഷേ മറ്റൊരു സമയത്തിൽ വന്നു ചേർന്നെന്നും ഇരിക്കും, മറ്റൊരിക്കൽ വന്ന് സംഭവിച്ചെന്നും ഇരിക്കും. എന്നിട്ട് 51 പറയാണ്, ഏതൊരു കാട്ടുതീ ചില മരങ്ങളെ വിട്ടിട്ട് മറ്റുള്ളതിനെല്ലാം കൊല്ലുന്നുണ്ടോ, അല്ല കത്തി നശിപ്പിക്കുന്നുണ്ടോ? കാട്ടുതീ ഉണ്ടായാൽ ഭൂരിപക്ഷം മരങ്ങൾ വാങ്ങും കത്തിയില്ലായിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ചില വില്ലന്മാരെ പോലെ ചില ചെടികൾ ഒരു കുഴപ്പവും ചെയ്യാതെ നിൽക്കുന്നുണ്ടാവും. അതുപോലെ അത് അത്ഭുതമാണ്. എന്താണ് അതിൻ്റെ പിന്നിലുള്ളതെന്നൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. അതുപോലെ ജീവനും ശരീരവും തമ്മിലുള്ള ചേർച്ചയുടെ പിരിവും അജ്ഞാതമാണ്. ഈ ജീവനും ശരീരവും കൂടിയതാണല്ലോ മനുഷ്യനായി മാറുന്നത്. അത് എപ്പം പിരിയും, എപ്പം യോജിക്കും എന്നുള്ള കാര്യവും അജ്ഞാതമാണ്. ഇതൊന്നും നമ്മളെ കൺട്രോളിൽ അല്ല. ഇനി
52 വസുദേവൻ 52 വസുദേവൻ ഇപ്രകാരം തൻ്റെ ബുദ്ധിയെ ഉപയോഗിച്ച് പാപിയായ അവനെ ബഹുമാനപൂർവ്വം ആദരിച്ചു. നല്ല ബഹുമാനത്തോടു കൂടി തന്നെ തെളിഞ്ഞ മുഖത്തോടെ പുഞ്ചിരി തൂക്കിക്കൊണ്ട് തന്നെ പറഞ്ഞു. 53 മനസ്സിനെ ഒരു ദുഃഖമില്ലാതെ മാതിരി തന്നെ നല്ല തെളിഞ്ഞ മുഖത്തോടുകൂടി പുഞ്ചിരി തൂക്കിക്കൊണ്ട്. പക്ഷേ ഹൃദയത്തിൽ എന്തുണ്ട്? വേദനിക്കുന്ന ഹൃദയവുമായി, ഉള്ളിൽ വേദനയുണ്ട്. നിർലജ്ജനായ ആ ക്രൂരനോട് ഈ വിധം പറഞ്ഞു. 54 വസുദേവൻ പറയുകയാണ്, ഹേ ശാന്തശീല, നീ ഭയങ്കര ശാന്തശീലനാണ്. അശരീരി എന്തു പറഞ്ഞാലും ഇവളിൽ നിന്ന് അങ്ങേക്ക് ഭയമുണ്ടാവുകയില്ല. അശരീരി എന്ത് തന്നെ പറഞ്ഞാലും ഇവളെ കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. പിന്നെ വെറുതെ എന്തിനാ ഇവളെ കൊല്ലുന്ന? ഇവളെ കൊല്ലുന്നൊന്നും ആരും പറഞ്ഞിട്ടൊന്നുമില്ല അശരീരിയില്ല. അതുകൊണ്ട് ഇവളെ കൊണ്ട് അങ്ങേക്ക് ഒരു ഭയം ഉണ്ടാകില്ല. അവളിൽ നിന്നുണ്ടാകുന്ന, അതുകൊണ്ട് യാതൊരുവിനിൽ നിന്നാണോ അങ്ങേക്ക് ഈ ഭയം ഉണ്ടാകുന്നത്, ആ പുത്രന്മാരെയല്ല ഞാൻ അങ്ങേക്ക് ഏൽപ്പിച്ചേക്കാം. അങ്ങേക്ക് ഭയം ഉണ്ടാകുന്ന ആരിൽ നിന്നാണ്? ഇവളുടെ പുത്രന്മാരിലാണ്. അതുകൊണ്ട് ആ പുത്രന്മാരെയെല്ലാം ഞാൻ അങ്ങേക്കാം. ഇത് 55 ശ്രീസുകൻ. വസുദേവൻ പറഞ്ഞതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയ കംസൻ സഹോദരീ വധത്തിൽ നിന്നും പിന്തിരിഞ്ഞു. ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് ശരിയാണ്, കാര്യം ശരിയാണ്. അദ്ദേഹം സഹോദരീ വധത്തിൽ നിന്നും പിന്തിരിഞ്ഞു. വസുദേവൻ സന്തുഷ്ടനായി അവനെ പ്രശംസിച്ച് സ്വഗൃഹത്തിലേക്ക് പോയി. പിന്നെ അദ്ദേഹം സന്തുഷ്ടനായിട്ട് വീട്ടിലേക്ക് പോയി. അനന്തരം 56 അനന്തരം ഗർഭപാലമുണ്ടായപ്പോൾ ഗർഭകാലം അടുത്തപ്പോൾ സർവദേവതാ സ്വരൂപിയായ ദേവകി. അപ്പം ദേവകി ആര് തന്നെയാണ്? ദേവന്മാർ തന്നെയാണ് ഇവളായിട്ട് വന്നിരിക്കുന്നത്. 8 പുത്രന്മാരെയും ഒരു കന്യകയെയും ഓരോ വർഷത്തിലും പ്രസവിച്ചു എന്ന് പറയുകയാണ്. 8 എണ്ണത്തെ, അതിൻ്റെ കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയെയും. എന്നിട്ട് 57 കംസൻ ഒന്നാമതായി ഉണ്ടായ കീർത്തിമാൻ എന്നവനെ കൈ കിട്ടിയപ്പോൾ ആര് കൊടുത്തു? വസുദേവര് ആദ്യമുണ്ടായ കുട്ടിക്ക് പേരാണ് കീർത്തിമാൻ. വസുദേവർ ആ കുട്ടി എന്ത് ചെയ്തു? കംസനെ ഏൽപ്പിച്ചു. അദ്ദേഹം വളരെ ദുഃഖത്തോടു കൂടി തന്നെയാണ് കൊടുത്തത്. ഉള്ളിൽ നല്ല ദുഃഖമുണ്ട്, പക്ഷെ എന്നാലും നേരിട്ടങ്ങ് കൊണ്ട് കൊടുത്തു. പക്ഷേ കംസന് അസത്യത്തെ മാത്രമേ ഭയമുണ്ടായിരുന്നുള്ളൂ. സത്യമാണെങ്കിൽ കംസന് ഭയമില്ല. ഈ അസത്യത്തിൽ കംസന് ഭയങ്കര ഭയമായിരുന്നു. അസത്യം എന്ന് ഇവിടെ പറയാൻ കാരണം ആ പറഞ്ഞ വാക്കനുസരിച്ച് തന്നെ അദ്ദേഹം പ്രവർത്തിച്ചു. അപ്പം കളവൊന്നും പ്രവർത്തിക്കുന്ന വ്യക്തിയല്ല ഇദ്ദേഹം. വസുദേവര് പറഞ്ഞത് അതേപോലെ ചെയ്യും, അല്ലെങ്കിൽ ഒളിപ്പിച്ച് വെക്കുകയെല്ലാം ചെയ്യാം. അപ്പോൾ അതൊന്നും ചെയ്തില്ല. അപ്പോൾ അദ്ദേഹത്തിന് അസത്യം പറയുന്നവരെ ഭയങ്കര ഭയമാണ്. ഇത് അസത്യമല്ല. എന്നിട്ട് അദ്ദേഹം തന്നെ ചിന്തിക്കുന്നത് പറയാണ്, 58 സത്യസന്ധർക്ക് എന്തും സഹിക്കുവാനാകും. അദ്ദേഹം ചിന്തിക്കുകയാണ്, ഇപ്പം ഇവൻ സത്യസന്ധനാണ്, അതിൻ്റെ അർത്ഥം ഇത്രയാണ്, അവൻ സത്യസന്ധനാണ്, 8ാമത്തെ പുത്രനായാലും അവൻ തരിക തന്നെ ചെയ്യും. ജ്ഞാനികൾക്ക് ആവശ്യമായത് എന്താണ്? വിവേകം. അപ്പം കംസൻ വിചാരിക്കുകയാണ്, ഞാൻ ജ്ഞാനിയാണ്, ഇവൻ സത്യസന്ധനാണ്, അപ്പം നമ്മൾ വിവേകം അനുസരിച്ച് പ്രവർത്തിക്കണം.
കാരണം അതുകൊണ്ട് നീചന്മാർക്ക് ചെയ്യാൻ പാടില്ലാത്തത് എന്താണുള്ളത്? നീചന്മാരാണെങ്കിൽ എന്ത് വേലത്തരങ്ങളും കാണിക്കും. ഇവൻ അതല്ല. ധീരന്മാർക്ക് ത്യജിപ്പാൻ കഴിയാത്തത് എന്താണുള്ളത്? ധീരന്മാരായവർ എന്തിനേയും ത്യജിക്കും, സ്വന്തം ശരീരത്തെ തന്നെ ത്യജിക്കും. അങ്ങനെയുള്ളൊരു ധീരനാണ് ആര്? ഈ വസുദേവനും. ഇങ്ങേരും ധീരനാണ്, എന്തും ത്യജിക്കാം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇത് ആദ്യത്തെ കുട്ടിയാണ്. അപ്പോൾ അതെന്ത് ചെയ്യുന്നു? 59 വസുദേവൻ്റെ സ്വഭാവത്തിലും നല്ല സ്വഭാവത്തിലും സത്യസന്ധതയിലും സന്തോഷിച്ച കംസൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പം ഇങ്ങനെയെല്ലാം ചിന്തിച്ചിട്ടൊരു തീരുമാനത്തിലെത്തിയിട്ട് കംസൻ ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഈ കുട്ടിയെ തിരിച്ചു കൊണ്ടുപോയിക്കൊള്ളു. ഈ കുട്ടീനെ എനിക്ക് വേണ്ട. ഇവനിൽ എനിക്ക് പേടിയൊന്നുമില്ല. കാരണം 8ാമത്തെ പുത്രനാണ് എനിക്ക് കാലനായിത്തീരുന്നത്. അതുകൊണ്ട് ഈ കുട്ടീനെ അങ്ങ് കൊണ്ടുപോയിക്കൊള്ളും. കാരണം ഇവൻ സത്യസന്ധനാണ്. അപ്പം ബുദ്ധിയുള്ളവരെന്താ ചെയ്യേണ്ടത്? വെറുതെ ഈ ഒരു 1ാമത്തെ കുട്ടീനെ കൊല്ലുന്ന അവൻ വഴിക്ക് 8 ഉണ്ടായാലും കൊണ്ടുതരും. അപ്പോൾ 61 വസുദേവൻ അങ്ങനെയാവട്ടെ എന്ന് പറഞ്ഞ് മകനെ എടുത്തിട്ട് യാത്രയായി. മനസ്സടക്കമില്ലാത്ത ആ അസത്തിൻ്റെ വാക്കിനെ അദ്ദേഹം അഭിനന്ദിച്ചില്ല. പക്ഷേ അഭിനന്ദിച്ചൊന്നും പറഞ്ഞൊന്നുമില്ല. കാരണം ഇവൻ്റെ വാക്ക് അസത്താണ്. ഇവൻ എപ്പോഴാണ് വാക്ക് മാറുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ 62, 61, 62, 63, 64 പറയുകയാണ്. നാരദൻ അവിടെ വന്നു. നാരദൻ അവിടെ വന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഗോകുലത്തിലെ എല്ലാ ഗോപന്മാരും ഗോപികമാരും അവരുടെ സ്ത്രീകളും കൃഷ്ണികളും ദേവകി മുതലായ യാദവ സ്ത്രീകളും അവരുടെ ബന്ധുക്കളും സ്നേഹിതരും കംസനെ അനുസരിച്ചു കഴിയുന്നവരും എല്ലാം തന്നെ സാമാന്യേന ദേവാംശമുള്ളവരാണ്. അവരെല്ലാം ദേവാംശമുള്ളവരാണ്. ഭൂമിക്ക് ഭാരമായ അസുരന്മാരുടെ വധത്തിന് പരിശ്രമിക്കുന്നവരാണ് എന്നും. ദേവന്മാര് ആര്? വിഷ്ണു. ദേവന്മാരുടെ ദേവാംശമുള്ളവരാണ്. ഭൂമിക്ക് ഭാരമായ അസുരന്മാരുടെ വധത്തിന് പരിശ്രമിക്കുന്നവരാണ് ആര്? വിഷ്ണു. അപ്പം വിഷ്ണുവായിട്ട് ബന്ധപ്പെട്ട ദേവന്മാർ എന്ന് കംസനോട് പറഞ്ഞു. ഇവിടെ നാരദൻ ആരാണെന്ന് മനസ്സിലാക്കണം. നാരദൻ എന്ന് പറയുന്നത് നമ്മുടെ നമ്മളിൽ വരുന്ന ചിന്തകളെയാണ് നാരദൻ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വരുന്ന ചിന്തകളാണ് നമ്മളെ കൊണ്ട് കർമ്മത്തിലേക്ക് പ്രേരിപ്പിക്കുന്നത്. അതാണ് നാരദൻ എന്നൊരു കഥാപാത്രമായിട്ട് പുരാണ കഥകളിൽ പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ നാരദൻ നമ്മൾ എന്തൊക്കെ ഒരു കർമ്മം ചെയ്യേണ്ടി അതിൻ്റെ മുമ്പിൽ നമ്മളെ മനസ്സിൽ വന്നൊരു തോന്നലുണ്ടാകും, ഇന്ന തരത്തിൽ ചെയ്യാം. പിന്നെ അതിനെ പിടിച്ചിട്ടാണ് നമ്മൾ പോവുക. അതാണ് നാരദൻ. ഒരു ട്രിഗറിങ് പൾസാണ്. ഇലക്ട്രോണിക്സ് എല്ലാം കൈകാര്യം ചെയ്യുന്നവർക്ക് ഒരു ട്രിഗറിങ് പൾസ്. ആ പൾസ് വരുമ്പോൾ വന്ന് കേട്ടുമ്പോഴാണ് പിന്നെ എണീച്ചോടുന്നത്. അപ്പോൾ ആ നാരദൻ പോയപ്പോൾ കംസൻ യാദവർ ദേവകളുടെ അംശമാണെന്നും ദേവകിയുടെ ഗർഭത്തിൽ ജനിക്കുന്നവരും വിഷ്ണുവാണെന്നും വിഷ്ണുവിൻ്റെ അംശമാണെന്നും എല്ലാം ശ്രീഹരിയാണെന്നും കരുതി. അപ്പോൾ യാദവരുടെ ദേവന്മാരാണ്. ദേവകിയുടെ ഉള്ളിൽ ജനിക്കുന്ന കുട്ടി, ആദ്യത്തെ കുട്ടിയാണെങ്കിൽ പോലും അത് വിഷ്ണുവിൻ്റെ അംശമാണ്, വിഷ്ണുവാണ്. ഇവരെല്ലാം എനിക്ക് ദ്രോഹം ചെയ്യാൻ നിൽക്കുന്നവരാണ് എന്ന് കരുതി ദേവകിയെയും വസുദേവനെയും കാരാഗൃഹത്തിൽ ചങ്ങലയാൽ ബന്ധിച്ച് അവരിലുണ്ടാകുന്ന എല്ലാ കുട്ടികളെയും വിഷ്ണു എന്ന ശങ്കയിൽ കൊന്നു. അത് സത്യമല്ലേ? എല്ലാ ബ്രഹ്മമാണ്, എല്ലാം ആ ശ്രീഹരിയാണ്. ഒന്നാമത്തെ കുട്ടി എന്ത് തന്നെയാണ്? വിഷ്ണു തന്നെയാണ്. വിഷ്ണു എന്തിനു വേണ്ടിയാണ് ശ്രമിക്കുന്നത്?
ഈ ഭൂമിയുടെ ഭാരം തീർത്തു കൊടുക്കാൻ. ഇവിടെയുള്ള യാദവർ മുഴുവൻ എന്താണ്? വിഷ്ണു തന്നെയാണ്. അങ്ങനെ അയാൾ ഇരുന്ന് ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ ചിന്തിച്ചപ്പോൾ തോന്നി പരിപാടി ശരിയാവും, എല്ലാത്തിനെയും പിടിച്ചിട്ട് ചങ്ങലക്കിട്ട്. അത് മാത്രമല്ല ചെയ്ത, കുട്ടികളെല്ലാം കൊന്നു. എൻ്റെ ആധുനിക കാലത്തെ സംഭവം വെച്ചിട്ട് ഒരു ഉദാഹരണവും കൂടി പറഞ്ഞു തരുന്നുണ്ട്. 67 ഭൂമിയിൽ സ്വന്തം പ്രാണനെ മാത്രം പോഷിപ്പിക്കുന്നവർ, സ്വന്തം സ്വാർത്ഥമതികളായ വ്യക്തികൾ, ലോഭികളുമായ രാജാക്കന്മാർ. അങ്ങനെയുള്ള രാജാക്കന്മാർ എന്ത് ചെയ്യുന്നുണ്ട്? അച്ഛനെയും അമ്മയെയും സഹോദരികളെയും സ്നേഹിതന്മാരെയും അപ്രകാരം എല്ലാ തരക്കാരെയും കൊല്ലാറുണ്ടല്ലോ. ലോക ചരിത്രത്തിൽ തന്നെ അത്തരം സംഭവങ്ങൾ കാണാം. രാജാക്കന്മാർ അച്ഛനെയും അമ്മേനെയും എല്ലാം കൊന്നതും മക്കളെ കൊന്നതും മക്കൾ അച്ഛനെ കൊന്ന കഥകളെല്ലാം നമുക്ക് ചരിത്രത്തിൽ കാണാമെന്ന് പറയുകയാണ്. അതുപോലെ ഇദ്ദേഹമായി കംസൻ വീണ്ടും ചിന്തിക്കുകയാണ്. 68 പറയുന്നു, കംസൻ ഭൂമിയിൽ പിറക്കുന്നു. ഇപ്പോൾ ഈ പിറന്നതിന് മുമ്പ് കഴിഞ്ഞ ജന്മത്തിൽ കാലനേമിയായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. കാലനേമി എന്ന മഹാസുരനായിട്ട്. അന്ന് വിഷ്ണുവാണ് ഇദ്ദേഹത്തെ കൊന്നത്. അപ്പം അന്ന് മുതൽ യാദവരോടുള്ള ദേഷ്യം തുടങ്ങിയതാണ് ആർക്ക്? ഈ കംസൻ. അന്ന് കാലനേമിയായിട്ട് വിഷ്ണു കൊന്നു, ഇപ്പോൾ കംസനായിട്ട് വന്നു. അപ്പം തീർച്ചയായിട്ടും വിഷ്ണു കൊല്ലാൻ ശ്രമിക്കും. അന്ന് തുടങ്ങിയ വിരോധമാണിത്. എൻ്റെ 69 ബലശാലിയായ അവൻ യദുക്കൾ, ഭോജന്മാർ, അന്ധകന്മാർ എന്നിവരുടെയെല്ലാം രാജാവായ തൻ്റെ അച്ഛൻ ഉഗ്രസേനനെ പോലും എന്ത് ചെയ്തു? പിടിച്ചിട്ട് തടവിലിട്ടു. എന്നിട്ട് സൂര്യസേന രാജ്യത്തെ തന്നെത്താൻ വാണു.